പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗുഡ് ന്യൂസ് നടത്തുന്ന ഈ ഗുഡ് ന്യൂസ് സ്റ്റഡി സർക്കിളിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നയിക്കേണ്ടതിനായിട്ട് ഡൽഹിയിൽ നിന്നുള്ള ദേവദാസൻ പാസ്റ്റർ പീറ്റർ ചാക്കോയെ ഞാൻ ക്ഷണിക്കുന്നു. Thank you so much, Bob and brother. ഇന്ന് നമുക്ക് ഈ രാത്രി സമയത്ത് ദൈവവചന പഠനത്തിനായി പിന്നെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നതിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. അതിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ന് ദൈവവചനം പഠനത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരും ദാസിമാരും മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ഗുഡ് ന്യൂസ് സ്റ്റഡി സർക്കിൾ ഖത്തർ ചാപ്റ്റർ നടത്തി വരുന്ന ബൈബിൾ റൂട്ട് പഠന പരമ്പരയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിലനിൽക്കുവാൻ ഈ ദൈവവചന പഠന പരമ്പര മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് കർത്താവിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനായിട്ടുള്ള ക്രമീകരണം ചെയ്ത ഗുഡ് ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേക CV മാത്യു സാർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും, ഖത്തർ ചാപ്റ്ററിലുള്ള എല്ലാ ഭാരവാഹികളോടും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിനായി പഠിപ്പിക്കുവാനായിട്ട് കടന്നു വന്ന ദൈവദാസനെ കർത്താവ് ധാരാളമായി ശാരീരികമായിട്ടുള്ള ബലവും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തുടർന്നുള്ളതായ നമ്മുടെ പഠനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പഠിക്കുന്ന ഓരോരുത്തരും ദൈവവചനം ശ്രദ്ധയോട് കേൾക്കുകയും ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സംഗതിയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ സമയത്ത് ഈ പഠനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവദാസൻ ബ്രദർ എബിൻ വർഗീസ് ഉണ്ടെങ്കിൽ കൃപയാൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ബ്രദർ എബിൻ വർഗീസ്, പ്ലീസ്. സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ വചനം പഠിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന കർത്താവേ, ഈ ഒരു നല്ല സമയത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അപ്പ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കർത്താവ് അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ കർത്താവ് ഞങ്ങളോട് സഹായിച്ചല്ലോ. ഞങ്ങളങ്ങേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. കർത്താവ് പ്രത്യേകാൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ വചനം പഠിപ്പാനും അങ്ങയുടെ വചനം ധ്യാനിപ്പാനും കേൾക്കാനും ഒക്കെയുള്ള തന്ന നല്ല ഭാഗ്യമായി ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് കർത്താവ് ദാനമായി തന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേയും. പ്രത്യേകം അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ശാരീരികമായ ക്ഷീണത്തിലും പ്രയാസത്തിലും ആയിരുന്നാലും കർത്താവിന്റെ ദാസനെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്ത് അങ്ങയുടെ കൃപകളൊക്കെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്നത്തെ ക്ലാസ് കർത്താവെ എടുക്കാനുള്ള കൃപ നിന്റെ ദാസന് കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനോട് ഞങ്ങളുടെ സാന്നിധ്യവും കൃപ ഉണ്ടാകണമേ ഞങ്ങളോടൊന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവെ അത് ഗ്രഹിപ്പാനുള്ള കൃപയും സാന്നിധ്യവും അങ്ങനെ നൽകി തരണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നപ്പ. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവെ. വിവിധ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളൊക്കെ ആയിരിക്കുന്നല്ലോ അപ്പ. എവിടെ ആയിരുന്നാലും കർത്താവിന്റെ സാന്നിധ്യം കൃപ ഓരോരുത്തരോട് ഉണ്ടായിരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലീഡിയൻ കർത്താവിന്റെ ദാസനോട് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, കൃപയ്ക്കുള്ളിൽ പൊതിയണം ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ. പ്രത്യേകത ഗുഡ് ന്യൂസ് യാത്ര ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ കർത്താവ് ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ കർത്താവെ ഒരുക്കുള്ള കൃപ കൊടുത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ പൊതിയണം, യേശു നല്ല നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. Thank you so much. Without taking much time, I'd like to welcome Dr. Babu John Vetamala. Please take over the seat and start with your teaching program. Welcome, sir. Thank you. Thank you. സ്തോത്രം.
എല്ലാവർക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. Am I right? Yes, sir. Yes, Pastor. Yes, Pastor. സകല ലോകത്തിന്റെ രാജാവ് എന്റെ കർത്താവുമായി നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ബൈബിൾ റൂൾ സ്റ്റഡിയുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വരികയാണ്. 10 ക്ലാസ് കൊണ്ട് ഒരു ടോപ്പിക്സ് ഒരു മോഡ്യൂൾ. ആരാ ദൈവം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി പറയാമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇതുവരെയുള്ള പ്രോഗ്രസ് അനുസരിച്ച് അടുത്ത 5 ക്ലാസ്സുകൾ കൊണ്ട് നമുക്കത് നിങ്ങൾക്ക് ഗുണകരമാകുന്ന പ്രയോജനകരമാകുന്ന രീതിയിൽ അവിടെ നിന്ന് കവർ ചെയ്യാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുക. ദൈവം ആരാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ദൈവം ആരാണെന്നുള്ളതിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കാര്യം എല്ലാ വിശ്വാസികൾക്കും ദൈവം, എല്ലാ മതത്തിലും ദൈവം, എല്ലാ അന്ധവിശ്വാസിക്കും ദൈവം. അതാ ഒരു പ്രത്യേകത. ഈ ദൈവങ്ങളെ പറ്റി ഒന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം വളരെ യുണീക്കായ, വേറെ ആർക്കും പ്രതിപാദിക്കാൻ കഴിയാത്ത, വേറെ ആർക്കും അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്യുന്നു. The Holy Bible presents to us a God that nobody else can endeavor to present. വേറെ ആര് നോക്കിയാലും അങ്ങനൊരു ദൈവത്തെ പ്രസന്റ് ചെയ്യാൻ കഴിയില്ല, അങ്ങനൊരു ദൈവത്തെ തരാൻ കഴിയില്ല. അപ്പൊ നമ്മള് ആ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിന്റെ മാത്രം സ്വത്താണ്. ആ വേദപുസ്തകത്തിന്റെ ഹോൾമാർക്ക്, മുഖമുദ്രയാണ്. ഈ വേദപുസ്തകത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഈ വേദപുസ്തകത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എന്തിനാ ഇപ്പം പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണം, ഇന്ന് ലോകത്ത് പ്രചരിക്കുന്ന ഒരു പറച്ചിൽ എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്, എല്ലാ മതങ്ങളിലും ദൈവം. അതിന് നിങ്ങൾ ഇസ്ലാം ആകണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഹിന്ദു ആകണമെന്ന് നിർബന്ധമില്ല, അല്ലെ ക്രിസ്ത്യാനിയാണ് നിർബന്ധമില്ല, അല്ലെ കത്തോലിക്കനാണ് നിർബന്ധമില്ല. എല്ലാ മതത്തിലും ദൈവം. അവന്റെ ചൊല്ലിവണ്ടി എല്ലാ മതത്തിലും ദൈവം എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ദൈവം എന്ന് പറയുന്ന ചില പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങൾ, അല്ലെ ജീവികൾ, അല്ലെ ആളുകൾ ഉണ്ട്. അതാണ് ശരി എല്ലാ മതത്തിലും. ക്രിസ്ത്യാനിറ്റി ഒരു മതം അല്ല, വിശുദ്ധ വേദപുസ്തകം മതഗ്രന്ഥവുമല്ല. ക്രിസ്ത്യാനിറ്റി മതമല്ല, വിശുദ്ധ വേദപുസ്തകം മതഗ്രന്ഥവുമല്ല. അപ്പൊ ആ പറഞ്ഞതുമായിട്ട് നമുക്ക് ബന്ധമില്ല. എന്തുകൊണ്ട്? നമ്മൾ മതമല്ല. അപ്പൊ എല്ലാ മതത്തിലും പറഞ്ഞിരിക്കുന്ന ദൈവം നമുക്ക് ബാധകമാക്കുന്നതാണ്. രണ്ട്, എല്ലാ മതഗ്രന്ഥങ്ങളും ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് നമുക്ക് എന്താ വിരോധം? നമ്മൾ വിശ്വസിക്കുന്ന, സ്വീകരിച്ചു പറയുന്ന വിശുദ്ധ വേദപുസ്തകം മതഗ്രന്ഥമല്ല. ഫിനിഷ്ഡ്. അപ്പൊ ഏത് മതഗ്രന്ഥത്തിൽ എന്തൊക്കെ ദൈവങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ബാധകം അല്ല. എന്തുകൊണ്ട്? നമ്മുടെ വിശുദ്ധ വേദപുസ്തകം മതഗ്രന്ഥമല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ പറ്റി മനസ്സിലാക്കാൻ ഒരു മതത്തിന്റെയും ഒരു തത്വശാസ്ത്രത്തിന്റെയും പഠിപ്പീരുകൾ എടുക്കുവാൻ പാടില്ല. ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞതും ജർമ്മൻ ഫിലോസഫർ പറഞ്ഞതും
ഫ്രഞ്ച് ഫിലോസഫേഴ്സ് പറഞ്ഞത് ഒക്കെ ഫിലോസഫി അവിടെ കിടന്നോട്ടെന്ന്. അതും കൊണ്ട് വേദപുസ്തകം പൊരുൾ തിരിക്കാൻ നോ, അതുകൊണ്ട് വേദപുസ്തകം പൊരുൾ തിരിക്കാൻ വരരുത്. അല്ല. അപ്പോ പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് യവന തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന വീക്ഷണങ്ങൾ വേദപുസ്തകത്തെയോ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തെയോ പറ്റി പറയുവാൻ കൊണ്ടുവരരുത്. പാശ്ചാത്യ തത്വശാസ്ത്രത്തെയോ ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ വീക്ഷണങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തെ പൊരുൾ തിരിക്കാനോ അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ പറ്റി പറയുന്നതിനോ കൊണ്ടുവരരുത്. കാരണം ഇത് രണ്ടും രണ്ടാണ്. എന്തിനാണ് ബൈബിൾ റൂൾ സ്റ്റഡി? വേദപുസ്തകത്തിന്റെ റൂട്ട് വേരിൽ ചെന്ന് നിന്നിട്ട് ഈ വേദപുസ്തകം എന്താണെന്ന്, ഇതിൽ പറഞ്ഞ ദൈവം എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുക. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. വേർ സത്യമെങ്കിൽ കൊമ്പും സത്യമാണ്. വേർ ജീവനുള്ളതെങ്കിൽ കൊമ്പുകൾക്കും ജീവനുണ്ട്. വേർ പ്രവർത്തിക്കുന്നതെങ്കിൽ കൊമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. വേർ നല്ലതെങ്കിൽ കൊമ്പുകളും നല്ലതാണ്. ഇല്ലെങ്കിലോ, അത് ഞാൻ നിങ്ങൾക്ക് ഭാവനയ്ക്ക് വിട്ടത്. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ റൂട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ റൂട്ട് സ്റ്റഡി നടത്തിയ ഒരു മഹാനായ ദൈവമനുഷ്യനായ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, ആ റൂട്ട് സ്റ്റഡിയിൽ നിന്ന് അദ്ദേഹം അങ്ങ് ഷോക്കാകുക. പൗലോസിന് മുമ്പ് ഈ റൂട്ട് സ്റ്റഡി ചെയ്ത ഒരാളെ ഞങ്ങൾക്ക് പറയാം. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിനോട് പറയുക, പിതാവേ, ഇങ്ങനെയാണല്ലോ അങ്ങയ്ക്ക് ഹിതമുണ്ടായത്. എങ്ങനെ? ഇതൊക്കെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. റോമാലേഖനം 11-ാം അധ്യായം അവസാനം മാത്രം ആകുമ്പോഴേക്ക് ആ ദൈവത്തിന്റെ ജ്ഞാനം, ഈ ദൈവത്തിനാരാ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? ഈ ദൈവത്തിന്റെ മന്ദിരസഭയിൽ ആരാ ഇരുന്നത്? ഈ ദൈവത്തിന് ഉപദേശിച്ചു കൊടുത്തത് ആരാ? ഇനി ഞാൻ പറയാം. ഇപ്പൊ ഞാൻ രണ്ടുപേരെ പറഞ്ഞല്ലോ. ഒന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അനേക പേരുകൾ ഒന്ന് ദൈവത്തിന്റെ ജ്ഞാനം, ദ വിസ്ഡം ഓഫ് ഗോഡ് എന്ന ഹൊക്കുമ, ദൈവത്തിന്റെ ജ്ഞാനം എന്നാണ്. ജ്ഞാനം അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയും. ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളതല്ല. ഇനി വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തി പിടിച്ചു പോയി എന്ന് പൗലോസിന്റെ പേര് ഫെസ്തോസ് വിളിച്ച് പറയാം. മഹാജ്ഞാനിയായിരുന്നു അല്ലേ? ആ ജ്ഞാനികളുടെ കൂട്ടത്തിൽ ആ സ്ട്രീം ഉണ്ടല്ലോ, ആ ലൈൻ ഇങ്ങനെ വരിക. ആ ലൈൻ ചെന്ന് നിൽക്കുന്ന, അല്ല ഇപ്പം വന്ന് നിൽക്കുന്ന കൂട്ടരെ നമുക്ക്, ഞാൻ കഴിഞ്ഞ എൻ്റെ 2 ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ലോകത്തിലെ ടോപ്പ് സയന്റിസ്റ്റ് എന്ന് പറയും, അവിടെ വന്ന് നിൽക്കുക. ഇവരെല്ലാം ഈ ജ്ഞാനം കണ്ട് അസ്റ്റോണിഷ്ഡ് ആകുക. ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയിലെ, ജെറൂസലേം യൂണിവേഴ്സിറ്റിയിലെ ഖൈം ഷോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇദ്ദേഹം ഈ വേദപുസ്തകത്തിലെ വാക്കുകൾ ഉളവായത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് ഞാൻ ഷോക്ക്ഡായിപ്പോയി. വേദപുസ്തകത്തിലെ വാക്കുകൾ ഉളവായത് എങ്ങനെയാണെന്ന് കണ്ടിട്ട്
അതിനെപ്പറ്റി 271 പേജുള്ള പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിഗംഭീരമായ പുസ്തകം. ഇത് വായിച്ചാല് ഇച്ചിരി ഹാർഡാണ്. ഇച്ചിരി ഹീബ്രു അറിയുന്നവർക്ക് മനസ്സിലാകും. ഹാർഡാ. ദൈവം തന്റെ ജ്ഞാനം കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതാണ്. ദൈവം തന്റെ സൃഷ്ടിയായ നമ്മൾ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. God wants to know that his children should know him. എങ്ങനെ അറിയണമെന്ന്? Through his creations. തന്റെ സൃഷ്ടികളിൽ കൂടെ. Look at all the creations in the universe. Through the creations, you must understand God. ദൈവത്തെ അറിയേണ്ടത് ഇതിൽ കൂടെ ദൈവത്തിന്റെ കരത്തിന്റെ വർക്ക്, ഹാൻഡി വർക്കിൽ കൂടെ ദൈവത്തെ അറിയണം. അങ്ങനെ ആ ദൈവം ആഗ്രഹിക്കുന്നു. Through the work. അതിൽ കൂടെ അറിയണമെന്ന്. അപ്പം അതിൽ കൂടെ അറിയാൻ ശ്രമിച്ച എല്ലാവരും ദൈവത്തെ അറിയാനല്ല പോയതെങ്കിൽ ചെന്നെത്തിയ നിന്നത് ദൈവത്തിലാണ്. അപ്പോ നമ്മള് ഈ ബൈബിൾ റൂട്ട് സ്റ്റഡിയിലേക്ക് വരുന്നതിന്റെ കാരണം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ തൻ്റെ വർക്കിൽ കൂടെ, തൻ്റെ കൈയുടെ പ്രവൃത്തികൾ കൂടെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കാനാണ്. അതിന് നമ്മൾ റൂട്ട് സ്റ്റഡിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോ ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ച കാര്യം പറഞ്ഞു. ആകാശം നമ്മൾ കാണുന്ന നീലാകാശം, അതിന് 4 അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ 4 അർത്ഥതലങ്ങളുണ്ട് നമുക്ക് എപ്പോഴും മനസ്സിലാകുന്നുള്ളൂ. ഷെമായിം എന്ന വാക്കാണ് അതിന്റെ റൂട്ട്. ആ ഷെമായിം എന്ന റൂട്ടിൽ പോകുമ്പോഴാണ് നമ്മളിത് മനസ്സിലാകുന്നത്. ആ റൂട്ടിൽ പോയപ്പോഴോ നമുക്കിനി ആശയക്കുഴപ്പമില്ല. നമുക്ക് എന്തുകൊണ്ട് ആശയക്കുഴപ്പമില്ലാത്തത് കേട്ടോ? യോഹന്നാൻ സ്നാപകന്റെ കാലം ബലാൽക്കാരികൾ സ്വർഗരാജ്യത്തെ ബലാൽക്കാരം ചെയ്യും. യോഹന്നാന്റെ സ്നാപകന്റെ കാലം മുതൽ ബലാൽക്കാരികൾ സ്വർഗരാജ്യത്തെ ബലാൽക്കാരം ചെയ്യും. ആരാ പറഞ്ഞത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അപ്പം മസിൽ പിടിച്ചാൽ, അല്ല കറാട്ടായും ജൂഡായും ഒക്കെ പഠിച്ചാൽ അല്ലയോ, ചില ചൈനീസ് ഗുസ്തിക്കാരന്മാർ നിൽക്കുന്ന മതി, അങ്ങ് മസിൽ പിടിച്ച് നിന്ന് വേണം സ്വർഗത്തിൽ മാറ്റി സ്വർഗരാജ്യത്തെ ബലാൽക്കാരം ചെയ്യും. അതിന് വേറെ വ്യാഖ്യാനം ഉണ്ടായി. നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ഇങ്ങനെ ആത്മാവിൽ ബലപ്പെട്ട് നമ്മളങ്ങ് സ്വർഗത്തിൽ. എനിക്ക് ആ വ്യാഖ്യാനത്തോട് വിരോധമൊന്നുമില്ല. ആത്മാവിൽ ബലപ്പെട്ട് തന്നെ സ്വർഗത്തിൽ പോകും. പക്ഷെ ഈ സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. ആണോ? അല്ല. അവിടെ പറഞ്ഞ സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല. അവിടെ പിന്നെ എന്തുവാ പറഞ്ഞത്? അവിടെ പറഞ്ഞ ഷെമായിം എന്ന വേർഡ് ഹെവൻസ് എന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഹെവൻസ് എന്ന ഹെവൻ അല്ല, ഹെവൻസ്. ആ ഹെവൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം ദി വേൾഡ് ഇൻ വിച്ച് ഡിമോണിക് ഫോഴ്സസ് ആർ നൗ മൂവിങ്. അന്ധകാര ശക്തികൾ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തന മണ്ഡലം, പൈശാചിക ശക്തികളുടെ പ്രവർത്തന മണ്ഡലം. ആ വാക്കിന് എന്താ റൂട്ടിൽ മനസ്സിലാക്കേണ്ടത്? പൈശാചിക ശക്തികളുടെ പ്രവർത്തന മണ്ഡലം. ഈ പൈശാചിക ശക്തികളുടെ പ്രവർത്തന മണ്ഡലത്തെ ഫോഴ്സ് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പിടിച്ചടക്കുക. ആര്? ദൈവമക്കൾ.
യോഹന്നാന്റെ സ്നാപകന്റെ കാലം മുതൽ അങ്ങനെ സംഭവിച്ചു. അപ്പോ യോഹന്നാന്റെ സ്നാപകന്റെ കാലം വരെ 400 years അവിടെ മുഴുവൻ അന്ധകാരത്തിന്റെ കീഴില. ഒരു പ്രവാചകനുമില്ല, ദൈവശബ്ദമില്ല, ഒന്നുമില്ല. യോഹന്നാൻ സ്നാപകൻ വന്ന് മരുഭൂമിയിൽ നിന്ന് 4 വർഷമേ പ്രസംഗിച്ചുള്ളൂ. ആ 4 വർഷം കൊണ്ട് ആ നാടിൽ വാണ അന്ധകാര ശക്തി മുഴുവനും തകർന്നു. 1000-1000 ലക്ഷോപലക്ഷമായിട്ട് ജനം സത്യസുവിശേഷം കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് തുടങ്ങി. ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു പറയും. ഇവിടെ നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. രാവിലെ തുടങ്ങി മീറ്റിംഗാ, 3-ാമത്തെ ദിവസം സന്ധ്യ വരെ മീറ്റിംഗാ. ആരും പോകുന്നില്ല തിരിച്ച്. ആ സ്ഥലത്തിന്റെ ഹിസ്റ്റോറിക്കൽ ജിയോഗ്രാഫിക്കൽ പ്രത്യേകത നിങ്ങളെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന്റെ കോട്ടയാണ്. പൈശാചിക ശക്തികൾ അഴിഞ്ഞാടുന്ന സ്ഥലമാണ്. സാത്താനവന്റെ ഫുൾ പവറിൽ ഓപ്പറേറ്റ് ചെയ്ത സ്ഥലമാണ്. അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നു. ഒറ്റ മീറ്റിംഗ് 3 ദിവസം. പിന്നോടെ വന്നില്ല. ആകെ 2 പ്രാവശ്യം അവിടെ വന്നു. ഒരിക്കൽ വന്ന് അന്ന് തന്നെ പോയി തിരിച്ചു പോകേണ്ടി ഇവരുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2ാം വന്നു. 3 ദിവസം മീറ്റിംഗ്. അതോടെ തീർന്നു. ഫിനിഷ്ഡ്. അന്ധകാരത്തിന്റെ ഹോൾഡ് അവിടെ. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താ പറഞ്ഞത്? യോഹന്നാൻ സ്നാപകന്റെ കാലം അല്ലാതെ എന്തല്ല. അവർ മസിൽ പിടിച്ച് സ്വർഗത്തിൽ കയറി പോകുന്നല്ല. സ്വന്തം ഇങ്ങനെ മസിൽ പിടിച്ചോണ്ട് അങ്ങ് സ്വർഗത്തിൽ കയറി പോകുന്നല്ല. അങ്ങനെ ഇവരത് ചിന്തിച്ചു കളയരുത്. അങ്ങനെ ചിന്തിക്കുന്ന പ്രസംഗിക്കുന്നതിന്റെ കാരണം ബൈബിളിന്റെ റൂട്ട് എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ആ വേർഡിന്റെ റൂട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒറ്റ കാരണം കൊണ്ടാണ്. വേറെ ഒരു റീസണുമില്ല സംഭവിക്കാൻ. അപ്പൊ അതാണ് റൂട്ട് സ്റ്റഡി നമ്മൾ പഠിക്കുന്നതിന് ഒരു പ്രധാന കാരണം. നമ്മുടെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാറി നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ അടിയുറയ്ക്കുന്നതാണ്. ഇനി ഞാൻ വേറെ കാര്യം പറയാം. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസിനെ പോലെ വചനം പൊരുൾ തിരിച്ച് പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യം കേട്ടോണേ, നമ്മൾ അധികം വായിച്ചിട്ടില്ലാത്തതും പ്രത്യേകം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇല്ലാത്തതായിരിക്കാം. എല്ലാവരും എന്നല്ല പറഞ്ഞ് പഠിക്കാം. യാക്കോബ് വിശുദ്ധ വേദപുസ്തകം പൊരുൾ തിരിക്കാൻ ഇതുപോലെ സമർത്ഥനായ ഒരു അധ്യാപകൻ, ഒരു അപ്പോസ്തലൻ, ഒരു ലീഡർ സഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പൗലോസ് യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നില്ല, ജാതീയ സഭകളിലേക്ക് പോവുക. അപ്പൊ യഹൂദന്മാരായ ദിവസങ്ങൾ ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ് കേട്ടോ. അതിഭീമമായ ആശയക്കുഴപ്പത്തിലായിരുന്നു യഹൂദന്മാരുടെ ദൈവങ്ങൾ. അവരെ ആരെക്കൂട്ടുറപ്പിച്ചു നിർത്തി ഒരാൾ വിശ്വാസം വിട്ടു പോകാതെ രക്തസാക്ഷികളാകുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു യഹൂദന്മാരായ വിശ്വാസികൾ. അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ കാര്യം എന്നറിയാമോ? അത്ര ഡീപ്പ് റൂട്ടഡ് ആയിരുന്നു അവർ ദൈവജനത്തിൽ. ഡീപ്പ് 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 റൂട്ടഡ് ആയിരുന്നു അവർ ദൈവജനത്തിൽ. നമ്മുടെ ഈ ബൈബിൾ റൂട്ട് സ്റ്റഡി കഴിയുമ്പോഴും സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും കഴിയുമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു, 79 റൂട്ട് വേർഡ്സുകൾ ഉൽപ്പത്തി പുസ്തകത്തിൽ. ഹോൾ ബൈബിളിൽ 400 റൂട്ട് വേർഡ്സേ ഉള്ളൂ. ആ 400 റൂട്ട് വേർഡ്സ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരാകുമെന്നറിയാം. പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്ന ആര്? കഷ്ടതയോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നിന്റെ ദൂതം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു.
അത് നിങ്ങൾക്കറിയാം. അത് അടപ്പാറുള്ള ആളുകൾ പറഞ്ഞു, മരണത്തിന് ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിന്റെ വേർപിടിക്കാൻ കഴിയത്തില്ല. അത്ര ഡീപ്പ് റൂട്ടഡാണ്. ബൈബിളിന്റെ റൂട്ടിൽ പോയത് കണ്ട ആരും അതിനു വേണ്ടി ചാകണമെന്ന് പറഞ്ഞ ചാകും. ഒരെണ്ണം തിരിച്ചു പോകത്തില്ല. അത്ര 26 കാരറ്റ് ഗോൾഡിന്റെ ബലമുള്ള വിശ്വാസികളായി. എന്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളെ മാറ്റും, അല്ലെ അങ്ങനെ നിങ്ങൾ മാറണം. ആ ആഗ്രഹത്തിൽ ഞാൻ ക്ലാസ് എടുക്കും. നടക്കുമെന്ന് നമുക്ക് വേണ്ടിയെടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ 79 റൂട്ട് വേർഡ്സ് ഉൽപ്പത്തിയിൽ ടോട്ടൽ ബൈബിളിൽ 400 വേർഡ്സും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഇൻട്രഡക്ടറി ലെസൺസ് ഉണ്ട്. ഇപ്പൊ എല്ലാം ഇൻട്രഡക്ടറി ലെസൺസാണ്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഒരു 8, 9, 10 വേർഡ്സ് വരെ നമുക്ക് ഒറ്റ ക്ലാസ് തീർക്കാം. ആ റൂട്ടിൽ ഇന്നതാണെന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഷോക്ക്ഡാകും. എന്റെ ദൈവം തമ്പുരാനെ, ഇതായിരുന്നല്ലോ എന്റെ ദൈവത്തിന്റെ വചനം. ഞാൻ എന്തോ മനസ്സിലായിക്കൊണ്ട് ഇത്ര നാൾ ഇരുന്നുള്ളത്. ആ ഷോക്കിംഗ് ന്യൂസും കന്നറിവ് കിട്ടും. പോട്ടെ, നിങ്ങൾ അതൊന്നും പറഞ്ഞ വിഷമിപ്പിക്കാൻ ഞാൻ I have some technical issues. Sorry. Okay, now let's come back. അപ്പൊ ഞാന് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്ന കാര്യം പറഞ്ഞു. ബലാത്കാരം ചെയ്യുന്ന കാര്യമുള്ള ലോക ചരിത്രം മുഴുവൻ അതാ. ബലാത്കാരികൾ കിങ്ഡം ഓഫ് ഹെവൻസ് എന്ന് പറയുന്ന സാധനത്തെ, സ്വർഗമല്ല, കിങ്ഡം ഓഫ് ഹെവൻസ് എന്ന് പറയുന്ന സാധനത്തെ ബലാത്കാരം ചെയ്ത കാര്യം ബലമായിട്ട് പിടിച്ചടക്കുക. ഓക്കെ, ഇതില് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ടി കണ്ടിട്ടാണ്, ഈ പ്രപഞ്ചത്തെ കണ്ടിട്ടാണ്. ഈ പ്രപഞ്ചത്തിൽ ദൈവം എന്തോ ചെയ്തേക്കെന്ന് അറിയാമോ? ഒന്ന്, നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്ത സയൻസസ് എന്ന് പറയുന്ന സയൻസസ്, അതുകൊണ്ട് 600 BC ഹീറോക്ലീറ്റസ് എന്ന മനുഷ്യന്റെ കാലത്ത് ആ സയൻസസ് ഡെവലപ്പ് ചെയ്തു എഫസോസിൽ. അപ്പം ഈ ഹീറോക്ലീറ്റസ് ഡെവലപ്പ് ചെയ്ത ആ സയൻസസിന്റെ ബേസിസ് പിന്നീട് നമുക്ക് വലിയ സയന്റിസ്റ്റ് ഉണ്ടാകും. ഇപ്പോഴും വലിയ സയന്റിസ്റ്റ് ഉണ്ടാകും. ഇവർ കണ്ടെത്തിയ ഫാക്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. ലോ ഓഫ് മാത്തമാറ്റിക്സ്, ലോ ഓഫ് ലാംഗ്വേജസ് ഒരു പോയിന്റിൽ കൊണ്ട് അസിമുലേറ്റ് ചെയ്യുക. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണേ. ഒരു പോയിന്റ് അസിമുലേറ്റ് ചെയ്യുക. ആ അസിമുലേഷനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ അസിമുലേഷനാണ് വിശുദ്ധ വേദപുസ്തകവും ഞങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അസിമുലേഷനാണ്, വിശുദ്ധ വേദപുസ്തകവും ആ അസിമുലേഷനാണ്. ഇനി നമ്മൾ നോക്കണം, ലോ ഓഫ് ഫിസിക്സും ലോ ഓഫ് കെമിസ്ട്രിയും ലോ ഓഫ് ബയോളജിയും ദെൻ ദ ലോ ഓഫ് ഫിലോസഫി. ഗ്രീക്ക് ഫിലോസഫി അല്ല, ബിബ്ലിക്കൽ ഫിലോസഫി. ഇത് രണ്ടാവട്ടെ, രണ്ടും ഓപ്പോസിറ്റ്. ഇത് അസിമുലേറ്റ് ചെയ്താണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ റിയലൈസേഷനിൽ എത്തിയവരെല്ലാവരും ഭക്തന്മാരായി മാറി. ഈ റിയലൈസേഷൻ ഒരിക്കലും എത്തിയിട്ടില്ലാത്ത, ഇനി ഈ ജന്മം എത്താനും പോകുന്നില്ലാത്ത ഒരു കൂട്ടമാണ്. അവരെ പറ്റി ഞാനിപ്പോ അതിലൂടെ പറയുന്നില്ല, പിന്നെ പറയും. ഇപ്പൊ നമ്മുടെ ടോപ്പിക്സ് അതല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ അരുമശിഷ്യനായ യോഹന്നാനെ പത്മോസിൽ പ്രത്യക്ഷനാകും. എന്നിട്ട് പറയാ, യോഹന്നാൻ അനി അലഫ് വാ താവു, ഞാൻ അലഫും താവുമാണ്. അപ്പൊ ഞാൻ അലഫ് എന്ന അക്ഷരത്തിലേക്ക് അന്ന് വരാമോ? കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, എന്നോട് ചോദിച്ചു, സാറേ ഇന്നും യഖാദാണോ? കുറച്ച് നാളായാലും യഖാദം കൊണ്ടിരിക്കാതെ ഇന്നും യഖാദേ ഉള്ളൂ. ചില പിള്ളേർ വീട്ടിൽ ചോദിക്കും, ഇന്നും കഞ്ഞിയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്, ഇന്നും കപ്പയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്, ഇന്നും യഖാദാണോ എന്ന് ചോദിച്ചു. ഇന്നും മിക്കവാറും യഖാദ് തന്നെയാണ്. പക്ഷെ തീരും. അടുത്ത ടോപ്പിക്സ് നമുക്ക് തുടങ്ങാറുണ്ട്. ആ യഖാദ് എന്ന വാക്കിനെ
നമ്മുടെ ദൈവത്തെ പറ്റി നമുക്ക് ഡിഫക്റ്റീവ് ഇൻഫർമേഷൻ തരുന്ന രീതിയിലാണ് ഇംഗ്ലീഷിൽ നിന്ന് ഇതര ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓർ ഈവൻ ബിഫോർ ദാറ്റ് ഗ്രീക്കിലോട്ടും, ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടും, അല്ലെ ഗ്രീക്കിൽ നിന്ന് ലാറ്റിനിലോട്ടും, ഫ്രഞ്ചിലോട്ടും, പിന്നെ ഇംഗ്ലീഷിലോട്ടും, പിന്നെ ഇതര ഭാഷകളിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തത് അയക്കാതെന്ന വാക്കിനെ പറ്റി നമുക്ക് ഡിഫക്റ്റീവ് ഐഡിയ തരുന്ന രീതിയിലാണ്. നമ്മൾ റൂട്ടിൽ പോയി അതിൻ്റെ റൂട്ട് മീനിങ് കണ്ടുപിടിക്കാൻ പോകാം. ആ റൂട്ട് മീനിങ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ദൈവം ആരാണ്, ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് കുറെ കൂടെ വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ വരും. അപ്പൊ ഞാന് 3 പ്രധാന വേദഭാഗങ്ങൾ അതിന് ഉപോദ്ബലമായിട്ടെടുത്തു. എന്നിട്ട് അതിന്റെ കൺക്ലൂഡിങ് വേഴ്സ് അനി അലഫ് ബത്ത് ഹവു എന്ന് പറഞ്ഞു. അവിടേക്ക് നമ്മൾ വീണ്ടും വന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തത്. അപ്പോ അനി അലഫ് ബത്ത് ഹവു എന്ന് പറയുമ്പോൾ 2 നിയമങ്ങൾ അതിനകത്ത് അസിമുലേറ്റ് ചെയ്ത നിയമമാണ്. ലോ ഓഫ് ലാംഗ്വേജസ് ആൻഡ് ലോ ഓഫ് മാത്തമാറ്റിക്സ് ഒരുമിച്ച് അസിമുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ വായിച്ച വാക്യങ്ങളിൽ കൂടെ നമുക്ക് ഈ കാര്യത്തിന്റെ അർത്ഥത്തിലേക്ക് വരാൻ പോകാം. അതിന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മൾ സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 14-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ വായിച്ച ഭാഗമാണ്. ആ സ്ക്രീൻ ഷെയർ രാകേഷ് ഒന്ന് കാണിക്കാമോ? സഖരിയ 14 സ്ക്രീൻ ഷെയർ. സഖരിയ 14 and the Lord shall be king over all the earth. In that day shall there be one Lord and his name one. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. നമ്മൾ റൂട്ടിലേക്ക് പോവാണേ. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. ഒന്നാമത്തെ കാര്യം, on that day, Hayom means on that day, ആ ദിവസം. Now there is a question. The question is which day? ആ നാളിൽ, ഏത് നാളിൽ? സ്വാഭാവികമാണല്ലേ, ആ നാളിൽ, ഏത് നാളിൽ? ഏത് നാളിൽ? ഞാൻ ആ നാളിൽ എന്ന വാക്കിന്റെ അർത്ഥം പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഭയെ സ്വർഗത്തിൽ ചേർത്ത ശേഷം ഭൂമിയിൽ മഹോപദ്രവം നടക്കും. ഈ ഭൂമി മുഴുവൻ തകരുക, തകർന്ന് 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 മലകളെല്ലാം ഇടിഞ്ഞു, കെട്ടിടങ്ങളെല്ലാം നിലം പതിച്ചു, മനുഷ്യന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് മുഴുവനും തകർന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 3 നില വീടിന്റെ അടിയിൽ കൂടെ വെള്ളം വന്ന് 3 നില വീടൊക്കെ ഒഴുകിപ്പോയതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വലിയ ലോൺ എടുത്ത് ബെൻസുകാർ മേടിച്ച് വീടിനെ വിറ്റത്തിട്ടിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി വെള്ളപ്പൊക്കം കൊണ്ടുപോയി. ഇനി എങ്ങനെ ലോൺ അടയ്ക്കും? അപ്പൊ മനുഷ്യന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എല്ലാം തകരുക. അപ്പോ 7 വർഷം കൊണ്ട് ഭൂമിയും അതിന്റെ പണികളും മുഴുവൻ തകരും. ഇനി ആരുമായിട്ടും അടുക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂമി മുഴുവൻ ഛിന്നഭിന്നമായി പോകും. ഞാൻ ഭൂമി എന്ന് പറഞ്ഞ ലോകത്തിലെ മനുഷ്യൻ ഒരു മുഴുവനും ഛിന്നഭിന്നമായി പോകും. പെർഫെക്റ്റ് കെയോസ്, പൂർണ്ണമായ കെയോസ് നിലവിൽ വരും. കെയോസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ, അരക്ഷിതാവസ്ഥ, ആനക്കി നിലവിൽ വരും. ഈ പെർഫെക്റ്റ് ആനക്കി നിലവിൽ വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരികയാണ് നമ്മളുമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഈ രംഗം പറഞ്ഞിട്ടാണ് സഖരിയാവോട് പറയാം. ഖയോം, അന്ന് ആ നാളിൽ Adonai Echad.
ഇങ്ങനെ സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? അഡോനായി നമ്മുടെ കർത്താവ് യഖാദായി മാറും. അന്ന് നമ്മുടെ കർത്താവ് യഖാദായി മാറും. ഇത് മനസ്സിലാക്കാൻ കഴിയാഞ്ഞുകൊണ്ട് അന്നാളിൽ യഹോവ ഏകനാകുമെന്ന് പരിഭാഷപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക, ആരുടെ മിണ്ടത്തുമില്ല, ഉരിയാടത്തില്ല. ചില കോളേജ് പ്രിൻസിപ്പൽമാരെ കണ്ടു, ഇങ്ങനെ മസിലും പിടിച്ചോണ്ട് ക്ലാസിന്റെ പരാജയമാണ്. ആരുടെ മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, ആരെന്ത് ചോദിച്ചാലും ഒറ്റ ചാട്ടം പിടിച്ചു, ഒറ്റ വെറുഷ, ആരുടെ ഓടുന്നത്. ചില ഹെഡ് മാസ്റ്റർമാര് വരാതെ കൊണ്ട് ചൂരോടി കൊണ്ട് നടക്കുന്ന ആരുടെ മിണ്ടത്തില്ല, ആരെ കണ്ടാലും തല്ലത്തില്ല, ആരും കൂട്ടത്തില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഒറ്റയ്ക്ക്. അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. എന്നിട്ട് യഖാദ് Usamo means and his name. യഖാദ്, അത് ഒറ്റ പേരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൈവത്തിന് ധാരാളം പേരുകളുണ്ട്. അന്ന് ഈ പേരുകളെല്ലാം പോയിട്ട് പിന്നെ ഒരു പേര് മാത്രമേ ബാക്കിയാണ്. ഇങ്ങനല്ലാതെ വേറെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? വായിച്ചാൽ ഈ വാക്യം വായിച്ചാൽ ഇങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഞാൻ എബ്രായ ഭാഷയിൽ പോയി വേദപുസ്തകം വായിക്കാൻ പഠിക്കുന്നതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടു, ഇങ്ങനെ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, വേദപുസ്തകം പഠിക്കേണ്ടത് വേദപുസ്തകത്തിൽ നിന്നാണ്. വേദപുസ്തകം പഠിക്കേണ്ടത് വേദപുസ്തകത്തിൽ നിന്നാണ്, അല്ല മനുഷ്യരുടെ പുസ്തകത്തിൽ നിന്നല്ല, മനുഷ്യന്റെ വ്യാഖ്യാന ശാസ്ത്രത്തിൽ നിന്നുമല്ല, മനുഷ്യന് വേറെ ഒരു പുസ്തകത്തിൽ നിന്നല്ല, വേദപുസ്തകത്തിൽ നിന്ന്. നോക്കിയോണേ, ഈ മഹോദരകാലത്ത് മുഴുവൻ ചിതറിപ്പോയി, മുഴുവൻ ആനക്കിയില്ല, ലോകം മുഴുവൻ. ഇനി അടുത്ത പേർപ്പസ് എന്താണെന്നറിയോ? ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ്, അവന്റെ പ്രഭുക്കന്മാർ നേരോട് ന്യായപാലനം ചെയ്യും. ഇനി അന്ന് സംഭവിക്കുന്ന എന്താ? സകല രാജ്യങ്ങളുടെയും കർത്തൃത്വം, ഭരണം കർത്താവിന്റെ കയ്യിൽ വരും. അപ്പൊ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം ഒന്ന്, ഈ ബ്രോക്കണായ, തകർന്നുപോയ മനുഷ്യനെ ഹീൽ ചെയ്യും. മനുഷ്യൻ എങ്ങനെ ഹീൽ ചെയ്യുന്നത്? വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവി, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്റെ രാജ്യത്തിൽ പ്രവേശിച്ചു. അവര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പറയാം. അപ്പം one part of the population കർത്താവ് ഹീൽ ചെയ്യും. അതർ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ പറഞ്ഞു നരകത്തിൽ പൊക്കോളം പറഞ്ഞു. സാത്താൻ അവന്റെ സൈന്യത്തിനോട് ഒരിക്കുന്നത് നിങ്ങൾ പൊക്കോളം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ആയിട്ട് സാരമില്ല. സാത്താനെ 1000 ആണ്ടത്തേക്ക് പിടിച്ചു കെട്ടി നരകത്തിലേക്ക്. തന്റെ ജനമായ ഇസ്രയേലിന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. എന്നിട്ട് ദൂതന്മാരെ അയക്കും, ഭൂമിയുടെ എല്ലാ കോണുകളിലും എന്തോ ചെയ്യുന്നതിന് വേണ്ടി? ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി. ശവമെല്ലാം അങ്ങനെ കിടക്ക, കുഴിച്ചിടാൻ ആളില്ല. ഈ ശവങ്ങളെല്ലാം കുഴിച്ചിട്ട് ഈ എർത്തിന് എന്തെല്ലാം ഡാമേജസ് ഉണ്ടായോ, ആ ഡാമേജസ് മുഴുവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹീൽ ചെയ്യും. മുഴുവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹീൽ ചെയ്യും. ഹീലിന് ശേഷം 2 കൂട്ടം കാര്യം കൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്യും. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്
ഈ സസ്യലോകത്തിന് മാറ്റം വരുത്തും. ആദാം പാപം ചെയ്തപ്പോഴാണ് മുള്ളും പിറക്കാരെ വിഷ സസ്യങ്ങൾ ഈ ഭൂമിയിലുണ്ടായത്. നമുക്ക് ദോഷം വരുന്ന ചെടികൾ ഈ ഭൂമിയിലുണ്ടായത്. ഇനി അതൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ചെറുതിലെ ചാര് എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. ആ ചാരിന്റെ അടുത്ത് അതിന്റെ ഹാച്ചേറിയ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പോയി അറിയാതെ നിന്നാൽ അതിന്റെ ഇലയിൽ നിന്നോ കായിൽ നിന്നോ ഒടിഞ്ഞ കാറ്റ് നമ്മുടെ മേത്ത് വന്നാൽ മേല് മുഴുവൻ ചൊറിഞ്ഞ് അങ്ങ് വ്രണമാകും. ചാര് വലിയ അപകടം. ചാരൊരിടത്ത് ഉണ്ടായാൽ അത് ആരും വെട്ടിക്കളയത്തില്ല. കാര്യം വെട്ടിക്കളയുന്നതിന്റെ കാര്യമോ നോക്കാം. അപ്പൊ ആരും ഇത് വെട്ടും. പിന്നെ നാട്ടിലെല്ലാം അവിടെ ചാരുണ്ട്, അങ്ങോട്ട് പോകരുത്. അപ്പൊ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ട് ലോകത്ത്. അപ്പൊ ദൈവത്തിന്റെ രണ്ടാമത്തെ പണി ഈ വൃക്ഷലോകത്തോട്, സസ്യലോകത്തെ ദൈവം ഹീൽ ചെയ്യും. പിന്നെ ചെയ്യുന്ന എന്നാന്നറിയാം, ഈ ജന്തുലോകമുണ്ട്, ആനിമൽ വേൾഡ്. ആനിമൽ ലോകത്തിൽ ഇന്ന് കാണുന്ന ശത്രുതയുണ്ടല്ലോ, കടിച്ചു കയറല്, ഒന്നൊന്നിനെ കണ്ട കടിച്ചു കയറും, ആ സ്വഭാവം മാറ്റും. അപ്പൊ അവരുടെ ഫിസിക്കിന് മാറ്റം വരും. ഇന്നിപ്പോ സിംഹത്തിന് പുല്ല് തിന്നാൻ തുടങ്ങിയ ചത്തു. അന്ന് സിംഹത്തിന് പുല്ല് തിന്നാൻ പറ്റത്തുള്ളൂ, ചാകത്തുമില്ല. അപ്പൊ അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഫിസിക് മുഴുവൻ മാറി. പിന്നെ ഒന്ന് മറ്റൊന്നിനെ അടിമയാക്കി. മനുഷ്യനെ അടിമയാക്കുന്നു, മനുഷ്യൻ മൃഗങ്ങളെയും അടിമയാക്കും. പക്ഷെ അന്ന് സംഭവിക്കുന്ന എന്താ, ഈ അടിമത്തം പിന്നില്ല. ഇനി ആരും അടിമയാക്കിയില്ലെങ്കിലും നമ്മളെല്ലാം വി ആർ ഓൾ സ്ലേവ്സ് ടു ഡീകേ. ഡീകേ എന്ന് പറഞ്ഞാൽ നാശം, ജീർണത. നമ്മളെല്ലാം ജീർണതയ്ക്ക് അടിമകൾ. എന്റെ ശരീരം ജീർണിച്ച് ചുറ്റുക. കഴിഞ്ഞ ദിവസം എന്നെ എക്സാം ചെയ്ത എന്റെ മെഡിക്കൽ കൺസൾട്ടൻറ്റ് ബാബു ഇത്രയും പ്രായമായില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് അസുഖമില്ലെങ്കിലും ഈ ജീർണതകളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഡീകേ സംഭവിച്ച് നീ ഒരു ദിവസം മരിക്കും. പ്രത്യേകിച്ച് ഒരു തീരം ഉണ്ടായില്ലെങ്കിലും മരിക്കും. ഡീകേ. അപ്പം സകല സൃഷ്ടികളും ദ്രവത്വത്തിന്റെ ദാസന്മാരാണ്. കേട്ടോണേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്ന ശേഷം ഇനി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ പ്രപഞ്ചത്തിന് വിടുതൽ കൊടുക്കും, സൃഷ്ടികൾക്ക് വിടുതൽ കൊടുക്കും. വിടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന്, ആർക്കും വീരം ഉണ്ടാകത്തില്ല. രണ്ട്, ദ്രവത്വം ഉണ്ടാകത്തില്ല. അപ്പോ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോ അത് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. കാര്യം തേജസ്കരിക്കപ്പെട്ട ദൈവമക്കൾ വരിക. ഈ തേജസ്കരിക്കപ്പെട്ട ദൈവമക്കൾ വരുമ്പോ ഈ തേജസ്സിന്റെ പ്രഭ കൊണ്ട് സംഭവിക്കുന്നത് അവരുടെ ജീർണത മാറി ഉണ്ടല്ലോ. അപ്പം സർവ്വ സൃഷ്ടികൾ ഇന്ന് വരെ ഈറ്റുനോടിരിക്കുക. എന്തിനു വേണ്ടി? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹത്വ പ്രത്യക്ഷ സംഭവിച്ചു കഴിയുമ്പോൾ ഇവരുടെ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ ഇവർ വിടുതൽ പ്രാപിച്ചു. അവർ രണ്ടു കാര്യം സംഭവിക്കുന്നു. ഒന്ന്, ഒരു വണ്ടിക്കാളയും പിന്നെ അന്നില്ല, വെറും കാളയും. കാരണം കാളെ വണ്ടി കേട്ടാൽ നോക്കത്തില്ല, അപ്പൊ ദാസനാക്കില്ല, പറ്റുകയില്ല അല്ലേ. അപ്പൊ സർവ്വ സൃഷ്ടികൾ ഇന്ന് വരെ ഈറ്റുനോടെ നോക്കിയിരിക്കുക ആ ഒരു ഈവന്റിന് വേണ്ടി. ഇനി ഞാൻ ഇച്ചിരി സൂപ്പർ സ്പിരിച്വലായിട്ട് പറയാൻ പോണേ. സൂപ്പർ സ്പിരിച്വൽ നിങ്ങൾ ലിറ്ററേറ്റ് എടുത്ത് തന്നെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യല്ലേ. ക്രിട്ടിസൈസ് ചെയ്തൊന്നും കുഴപ്പമില്ല. ഇപ്പം അടി കൊള്ളുമ്പോ പോത്ത് പറയാ, അടിച്ചു.
ദൈവോത്തരന്മാരുടെ വെളിപ്പാട് ഈയിടെ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ നിനക്ക് എൻ്റെ മേത്ത് ഓടാനൊക്കില്ല. കാരണം ദാസ്യത്വത്തിൽ ഞാൻ വിടുതൽ പ്രാപിച്ചു. സകല സൃഷ്ടിയും ഇന്നുവരെയും ഈറ്റുനോടെ നോക്കിയിരിക്കുക ആ മൊമെന്റിന് വേണ്ടി. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്തു കഴിഞ്ഞിട്ട് താനെന്ന ഒരു വ്യക്തിയിൽ പിന്നെ തകർന്നു പോയി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, താൻ എന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടറുമായിട്ട് ഇതിനെ യൂണിഫൈ ചെയ്യും. ലിസൺ ടു മീ, ഇതിനെ യൂണിഫൈ ചെയ്യും. അന്നാളിൽ ഓൺ ദാറ്റ് ഡേ, ഏത് ഡേ എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് ആയി മാറും. ഹഹു അല്ലനായി നമ്മുടെ കർത്താവ്, ഇത് ആയി മാറും. ഏതായി മാറും? യഖാദ് ആയി മാറും. യഖാദായം എന്ന് പറഞ്ഞാൽ യൂണിഫയർ ആയിട്ട് മാറും. ഇതിനെ കംപ്ലീറ്റ് ഒരുമിച്ച് ചേർക്കും. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് ഒരുമിച്ച് ചേർക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, താൻ വാഴുന്നത് കൊണ്ട്, താൻ ഭരിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിൽ രാജ്യങ്ങൾ തമ്മിൽ വഴക്കില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അനേക വർഷങ്ങളായ പ്രശ്നം ഒറ്റയടിക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിഹരിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ട്, 11ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിഹരിക്കും. മനസ്സിലായോ? ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ച് ലോക ജനതയെ ഒരു രാജ്യമായി ഏകീഭവിപ്പിക്കും, യൂണിഫൈ ചെയ്യും. യഖാദ് എന്ന വേർഡിന്റെ അർത്ഥം യൂണിഫയർ, അങ്ങനെ ഒരുമിച്ച് ചേർക്കുന്നവൻ എന്നാണ്. മനസ്സിലായോ? എല്ലാ മൃഗങ്ങളുടെയും സ്വഭാവം അന്യോന്യം സ്നേഹിക്കുന്ന സ്വഭാവമായിട്ട് ഒന്നായിട്ട് യൂണിഫൈ ചെയ്യും. ആര്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഏത് പേർപ്പസോടുകൂടിയാണോ സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും സോളാർ ഗ്രഹത്തെയും സോളാർ സിസ്റ്റത്തെയും സൃഷ്ടിച്ചത്, ആ പേർപ്പസിൽ തന്നെ അവയെ യൂണിഫൈ ചെയ്ത് നിർത്തും. അപ്പോൾ ഗുണം എന്നറിയാമോ? മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യും, പാടില്ലാത്തവൻ പെയ്യത്തില്ല. നെല്ല് വിളഞ്ഞു കിടക്കുമ്പോൾ മഴ പെയ്യത്തില്ല. റബ്ബർ വെട്ട് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ അന്ന് മഴ പെയ്യും. അപ്പൊ നിങ്ങൾ അന്ന് റബ്ബർ ഉണ്ട്, പിന്നില്ലയോ? അന്നാണ് റബ്ബർ കൃഷി. ഇപ്പോഴും മേടിച്ചിട്ടോ, ഈ എന്തുമായിരിക്കും എന്നറിയാം. റബ്ബറിന്റെ ഒക്കെ കറയെന്ന് പറഞ്ഞാൽ പാലും അതിന്റെ വിലയും പറയണ്ട. എവിടെയെല്ലാം ഡിസ്ഹാർമണി ഉണ്ടായോ അവിടെ മുഴുവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹാർമണിയിലേക്ക് കൊണ്ടുവരും. ഇതിനെന്താ പറയുന്നത്? യഖാദ് എന്ന് പറയും. ഇനി ഉസമോ, തന്റെ നാമം അന്ന് എന്തായി മാറും? യഖാദായി മാറും, യൂണിഫയർ ആയി മാറും. ഇപ്പൊ നമ്മൾ റൂട്ടിൽ നിന്ന് എന്തോ മനസ്സിലായി? ദൈവം ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നും വേറെ ഒറ്റയാനെന്നാണെന്നും അല്ല. ചില ഒറ്റയാൻ പന്നി, ഒറ്റയാൻ ആനയൊക്കെ പോകല്ലോ, ആനയുടെ ഒറ്റയാനുണ്ടല്ലോ. അങ്ങനെ കർത്താവ് ഒറ്റയാനായിട്ട് നിൽക്കുമെന്നല്ല പറഞ്ഞത്. കർത്താവ് അതിനെ മുഴുവൻ യൂണിഫൈ ചെയ്യും. യൂണിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടത് കർത്താവിന്റെ പേര് യഖാദ് അല്ലെ യൂണിഫയർ എന്ന് ആകും. യെസ്. ഇനി യഖാദിന്റെ ഇത് മൂന്നാമത്തെ റെഫറൻസ് ആണ്. യഖാദിന്റെ രണ്ടാമത്തെ റെഫറൻസിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ്. യെസ്, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, Hear, O Israel, the Lord our God is one Lord. Shema Israel,
അഡനായി എലോകനു അഡനായി യഖാദ്. ഇത് ഞാൻ ഇതുപോലെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി റൂട്ട്സിൽ പോയി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്രായേലികൾക്ക് ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ ഏകനാകുന്നു. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഞാനല്ല വേറെ ദൈവമില്ല. അത് സമ്മതിച്ചു. അതിനാർക്കാ സംശയം? ചില തിയോളജിയൻസിനൊഴികെ എനിക്ക് അതിനകത്തൊരു സംശയമില്ല. ദൈവമറ്റ ദൈവമാണെന്നുള്ള കാര്യത്തിൽ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യം, അതെപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു. നമ്മുടെ ടോപ്പിക്സിലേക്ക് നമ്മൾ വരാൻ പോവാം. ഇസ്രായേൽ മക്കള് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ അവർക്ക് സർപ്രൈസിങ് ആയ ഒരു കാര്യം അവർ കണ്ടു. ടോട്ടലി സർപ്രൈസിങ് കാര്യം എന്ന് പറഞ്ഞാൽ പകൽ അവരുടെ മണ്ടയ്ക്ക് ഒരു മേഘസ്തംഭം നിൽക്കുക, പില്ലർ ഓഫ് ക്ലൗഡ്സ്. അത് കാരണം സൂര്യന്റെ വെളിച്ചമേ അവർ കിട്ടത്തുള്ളൂ, ചൂട് പറ്റത്തില്ല. അപ്പൊ അവർ എയർ കണ്ടീഷനില്ല. എയർ കണ്ടീഷൻ വാക്കൊന്നും ഒന്നും അറിയത്തില്ല, പക്ഷെ എയർ കണ്ടീഷനകത്താണ്. സന്ധ്യ ആകുമ്പോൾ ഈ മേഘസ്തംഭം അങ്ങ് മാറിയിട്ട് പില്ലർ ഓഫ് ഫയർ, അഗ്നിസ്തംഭം വന്നു. എന്തിനാ ഈ അഗ്നിസ്തംഭം വന്നറിയാമോ? 2-3 കാര്യം കേൾക്കാം. ഒന്ന്, രാത്രി ആരും ഇരുട്ടി തപ്പി നടക്കരുത്. കാര്യം ഇരുട്ടത്താ കള്ളന്മാര് കയറി. ഇവിടെ ഫുൾ പെട്രോമാക്സ് ലൈറ്റാ, കള്ളനെ കയറാൻ എടുക്കുകയല്ല. അങ്ങനെ പറയാൻ കാര്യം എന്തറിയാമോ? ആ മരുഭൂമിയിൽ കൂടെ ദീർഘമായ ഒരു റൂട്ടുണ്ട്. സഞ്ചാരികളുടെയും വ്യാപാരികളുടെയും കൊള്ളക്കാരുടെയും റൂട്ടാണ്. ഷൂർ മരുഭൂമിയുടെ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി വിൽഡർനെസ് ഓഫ് ഷൂർ, അതിലെ ജീവികജാലങ്ങള്, അവിടുത്തെ വൃക്ഷ സസ്യാദികൾ, അവിടുത്തെ പൂക്കള്, അവിടുത്തെ ചെടികള്, അവിടുത്തെ ജീവികള്, അവിടുത്തെ കാലാവസ്ഥ, മണ്ണ്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഷൂർ മരുഭൂമി സിംബോളിക്കാണ്. ഷൂർ മരുഭൂമി സിംബോളിക്കാണ്. അത് എന്തിന്റെ സിമ്പിളാന്നുള്ളത് അതിന്റെ ജിയോഗ്രഫിക്കൽ മാപ്പ് എടുത്ത് ഒറ്റ നോട്ടം നോക്കിയാൽ മനസ്സിലാകും ഷൂർ മരുഭൂമി എന്താണ്. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ആസ്മയിലേക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഷൂർ മരുഭൂമി സിംബോളിക്കാണ്. അപ്പൊ അവിടെ ഒരുപാട് കള്ളന്മാരുണ്ട്. ഈ കള്ളന്മാര് ഇസ്രായേലിന്റെ കൂടാരത്തിനകത്ത് കയറാൻ ഒക്കത്തില്ല, കാരണം ഇവിടെ വെളിച്ചം. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന്റെ കൂടാരത്തിനകത്ത് ദുഷ്ടമൃഗങ്ങൾ രാത്രി ഇരപിടിക്കാനാണ്. കുറുക്കന്മാരും അതിനകത്ത് കുറുക്കന്മാരും മറ്റു വിഷജീവികളും ദുഷ്ടജീവികളും ഉണ്ട്. ഈ ഒരു വിഷജീവിക്കും ദുഷ്ടജീവിക്കും ഇസ്രായേൽ ക്യാമ്പിൽ കയറാൻ ഒക്കത്തില്ല. എന്താ ഇസ്രായേൽ ക്യാമ്പിൽ കയറാൻ നോക്കാത്തത്? അഗ്നിസ്തംഭമാണ്. നോക്കണേ, സന്ധ്യയാകുമ്പം ആരും പറയാതെ മേഘസ്തംഭം പോയി അഗ്നിസ്തംഭം വരും. നേരം വെളുക്കുമ്പം അഗ്നിസ്തംഭം പോയി മേഘസ്തംഭം വരും. അപ്പൊ 24 മണിക്കൂർ എന്ന സ്പേസിൽ ഈ 2 പേരെയും കൊണ്ടുവന്നിരിക്കുക. 24 മണിക്കൂറിൽ ഇത്ര നേരം അഗ്നിസ്തംഭത്തിൽ നിൽക്കാം. ആ ടൈം ആകുമ്പോൾ മാറിക്കണം. ഇത്ര നേരം മേഘസ്തംഭത്തിൽ നിൽക്കാം. ആ ടൈം ആകുമ്പോൾ മാറിക്കണം. ഞാൻ പറഞ്ഞു, ശാസ്ത്രത്തിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ദൈവം സൃഷ്ടി നടത്തിയിരിക്കുന്നു. ഇവിടെ ലോ ഓഫ് ടൈമാണ്. ലോ ഓഫ് ടൈം കൃത്യമായിട്ട് മാറി നോക്കത്തുള്ളൂ. അപ്പൊ മേഘസ്തംഭത്തോട് ഇവിടം വരെ വരാം, അഗ്നിസ്തംഭത്തോട് ഇവിടം വരെ വരാം. ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ലോ ഓഫ് മാത്തമാറ്റിക്സും ലോ ഓഫ് ലാംഗ്വേജും പോലെ ഓപ്പോസിറ്റാണ്. പക്ഷെ ഈ ഓപ്പോസിറ്റായ 2 ഫോഴ്സസിനെ ഒരുമിച്ച് കൊണ്ടുവരിക, പക്ഷെ ക്രോസ് ഓവർ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ബൗണ്ടറി വിട്ട് ഇപ്പുറത്തോട്ട് കയറാൻ പറ്റത്തില്ല, അപ്പുറത്തോട്ടും പറക്കത്തില്ല. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ?
എങ്ങനാ ഇവരെ യൂണിഫൈ ചെയ്യാൻ കഴിയുന്നത്? ദൈവം പറയാ, ഷമാ ഇസ്രായേൽ, ഇസ്രായേലേ കേൾക്കാം. എന്തോ കേൾക്കണം? അഡനായി എലോഹിനു, നിന്റെ കർത്താവായ ഞാന് അഡനായി എഖാദ്. നിന്റെ മുമ്പിൽ കാണുന്ന ഈ യൂണിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഞാനാണ് ചെയ്തത്. അഡനായി എലോഹിനു, അഡനായി എഖാദ്. ഓക്കെ, ഇനി നമ്മൾ വായിച്ച ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരാൻ പോകുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണെന്ന് തോന്നുന്നത്. രാകേഷ് നിർത്താട്ടത്? യെസ്, 1-ാം അധ്യായം. And the evening and the morning were the first day. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഇവിടെയാണ് എഖാദ് എന്ന വാക്ക് ആദ്യം വരുന്നത്. ഇവിടെ നമ്മൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പം എഖാദ് എന്ന വാക്കിന് നമ്മൾ മനസ്സിലാക്കിയത് ഒന്നാണ്. എൻ്റെ ട്രിനിറ്റിയെ പറ്റി ഒരു ക്ലാസ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇടയാകുകയാണെങ്കിൽ കമ്മിങ് ഡേയ്സ് നിങ്ങൾക്ക് ഈ വേർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാം. ഇപ്പൊ എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ലിമിറ്റ് ഇല്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബോർ അടിച്ചെന്നു. എനിക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറിയിട്ട് വേണം നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ. അപ്പോ ഒന്ന്, ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു, അതിന് പകലെന്ന് പേരിട്ടു. ഇരുളിനെ സൃഷ്ടിച്ചു, അല്ല ഇരുളുണ്ട്, അതിന് രാത്രി എന്ന് പേരിട്ടു. പക്ഷെ നമുക്ക് 24 മണിക്കൂർ വേണം ഒരു ദിവസത്തിന്. 24 മണിക്കൂറിൽ എന്ത് വേണം? നമുക്ക് പകലും വേണം, രാത്രിയും വേണം. തോന്നും പോലെ രാത്രിയും തോന്നും പോലെ പകലും ആകാൻ പറ്റത്തില്ല. ചില ദിവസം ഫുൾ രാത്രിയും ചില ദിവസം ഫുൾ പകലും ആകാൻ പറ്റത്തില്ല. അല്ല ഈ ആഴ്ച മുഴുവൻ പകൽ, അടുത്ത ആഴ്ച മുഴുവൻ രാത്രി, അങ്ങനെ ഒക്കത്തില്ല. പിന്നെ രാത്രി പകൽ ഉണ്ടാകാൻ ഒക്കത്തില്ല, പകലിന്റെ ഇടയ്ക്ക് രാത്രി ഉണ്ടാകാൻ ഒക്കത്തില്ല. അപ്പൊ നോക്കണേ, സന്ധ്യയെ ഇവിടെ വരെ വരണം. നിൽക്കവിടെ ഒരു പോയിന്റ് കൊടുത്തു, അവിടെ നിൽക്കാൻ പറ്റും. വയഹി അരഫ് മീൻസ് ഈവനിങ്, ഇവിടെ വരെ വരണം. വയഹി വോക്കർ, ഇനി പ്രഭാതമേ വാ, ഇങ്ങോട്ട് വാ. വയഹി ഇവിടെ വന്ന് നിൽക്കണം. കൃത്യമായി പോയിന്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? യോം എഖാദ് യൂണിഫൈഡ് ദം ഇൻ വൺ ഡേ. ദൈവം അവരെ ഒരു ദിവസമായിട്ട് യൂണിഫൈ ചെയ്തു. അങ്ങനെയാണ് ദൈവം ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് സന്ധ്യയായ ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. വയഹി അറഫ്, വയഹി വോഖർ, യോം എഖാദ്. യോം എഖാദ്, ഒരു ദിവസത്തെ ദൈവം യൂണിഫൈ ചെയ്തെടുത്തു. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ഗോഡ്? ദൈവം ആരാണ്? ബൈബിളിന്റെ റൂട്ടിലേക്ക് പോയാൽ ദൈവം പറയും, ഇവിടെ എല്ലാം ദൈവമാണ് പറയുന്നത്. ദൈവം പറയുന്നു അനി എഖാദ്, ഞാൻ എഖാദായ ദൈവമാണ്. മീൻസ് ഐ എം എ ഗ്രേറ്റ് യൂണിഫയർ. ആ വാക്കിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോയത് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്സ് എടുക്കാൻ പോവാണ്. ഒന്ന്, ലോ ഓഫ് സയൻസസ്, ലോ ഓഫ് ബിബ്ലിക്കൽ ഫിലോസഫി. ദൈവം യൂണിഫൈ ചെയ്ത് താൻ എന്ന വ്യക്തിയിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ദൈവത്തെ എഖാദ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരാളില്ല, ഒരു റിലിജിയനിലുമില്ല. ഈ വിശുദ്ധ വേദപുസ്തകം അല്ലാതെ വേറെ ഒരു കിതാബിലുമില്ല. ഈ ദൈവം, അപ്പൊ എഖാദിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. യൂണിഫയർ. ഓപ്പോസിറ്റായ എക്സ്ട്രീംസിനെ ഒരിക്കലും ഒരുമിച്ച് ചേരത്തില്ല, അടുക്കത്തില്ല എന്ന് പറയുന്ന എക്സ്ട്രീംസിനെ പിടിച്ചു കൊണ്ടുവന്ന്
ഒരു പോയിന്റിൽ നിർത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം അണേഖാദ്. ഈ അഗാധായ ദൈവം തന്നെ തന്നെ യോഹന്നാന് പരിചയപ്പെടുത്തുന്നത്. അതാ നമ്മുടെ കൺക്ലൂഷൻ ഇന്നത്തെ. തന്നെ തന്നെ യോഹന്നാന് പരിചയപ്പെടുത്തുക. യോഹന്നാൻ എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? അനി അലഫ് വതാവു. യോഹന്നാനെ, അനി അലഫ്, ഞാൻ അലഫാണ്, താവുവും ആണ്. ആൽഫയും ഒമേഗയും അല്ലെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വ്യക്തമാക്കിയത്. ഇനി നമ്മൾ ഇന്ന് അങ്ങോട്ട് പറഞ്ഞ സമയം കളയേണ്ട ഒരാവശ്യമില്ല. അപ്പൊ അലഫ് വ താവു എന്ന് പറയുമ്പോ എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങളും ഞാനാണ്. എബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളും ഞാനാണെന്ന് പറയുമ്പോൾ 22 അക്ഷരങ്ങളും നോക്കി ദൈവത്തെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബൈബിൾ സ്റ്റഡി? ദൈവത്തെ മനസ്സിലാക്കാൻ. ദൈവം ആരാണെന്നുള്ള നമ്മുടെ ചോദ്യം. എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങളിൽ ഓരോ അക്ഷരവും ദൈവത്തെ പറ്റി സർഫസ് ലെവലിൽ 4 കാര്യം, ഡീപ്പർ ലെവലിൽ 70 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതില് ഓടിച്ച് നമ്മൾ അതിൽ നിന്ന് പോകാൻ പോകും. നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളിൽ ദൈവം അനുവദിച്ചാൽ കവർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഓരോ അക്ഷരവും ദൈവം ആരാണെന്ന് പറയും. 2, വേദപുസ്തകത്തിൽ ഓരോ വാക്കും ദൈവത്തിന്റെ വിസ്ഡം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അറിവിത് മീ? 1, ഈ ഓരോ അക്ഷരവും ദൈവത്തെ പറ്റി എന്ത് പറയും. 2, വിശുദ്ധ വേദപുസ്തകത്തിൽ ഓരോ വാക്കുകൾ ദൈവത്തിന്റെ വിസ്ഡം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഓടിച്ചു നോക്കാൻ പോകുന്നത്. ആ സ്ക്രീൻ ഒന്ന് കാണിച്ച് രാകേഷ് ബ്രദറെ. ഓക്കെ, നോക്കിയോണേ. നോയിങ് ജീസസ് ക്രൈസ്റ്റ് ഫ്രം ദി ഹീബ്രു ആൽഫബറ്റ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്സ്. യേശു ക്രിസ്തുവിനെ, കാരണം യേശു ക്രിസ്തു പറഞ്ഞു ഞാനാണ് അലഫ് എന്നും ഞാനാണ് താവു എന്നും. 22 അക്ഷരവും ഞാനാണെന്ന് പറഞ്ഞു. ഇതിൽ ഓരോ അക്ഷരം നോക്കി യേശു ക്രിസ്തുവിനെ, ദൈവത്തെ നമ്മൾ എന്ത് മനസ്സിലാക്കാം. 7 കാര്യങ്ങൾ ഞാൻ പ്രൈമഫേസി ആയിട്ട് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞിട്ട് അതിലൊരു കാര്യം ഓടിച്ചു നോക്കിയിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഒന്നാമത്തത്, എല്ലാ ഹീബ്രു ലെറ്ററിനും ഒരു പേരുണ്ട്. ആ പേരിന് അർത്ഥമുണ്ട്. 2, എല്ലാ ലെറ്ററിനും ഒരു സൗണ്ട് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സൗണ്ട് ഉണ്ട്. അതിനൊരർത്ഥമുണ്ട്, ആ ശബ്ദത്തിന് അർത്ഥമുണ്ട്. 3, എല്ലാ അക്ഷരത്തിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഇക്വലന്റ് ഉണ്ട്, ഒരു സംഖ്യാമൂല്യമുണ്ട്. 4, എല്ലാ അക്ഷരത്തിനും ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് ദൈവത്തെ കാണിക്കുന്നത്. 5-മത്തെ അർത്ഥം, എല്ലാ അക്ഷരത്തിനും ഒരു കോഡ് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ ഉണ്ട്. കോഡ് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ആ അക്ഷരം മുഖ്യ അക്ഷരമായി എവിടെ വരുന്നോ ആദ്യം, അതാണ് ആ അക്ഷരത്തിന്റെ അർത്ഥം. 6, അക്ഷരങ്ങൾക്ക് ഇനീഷ്യൽസ് ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ആ ഇനീഷ്യൽസ് എന്ന അർത്ഥമുണ്ട്. 7-മത്തത് ഇനീഷ്യൽസ്. ഇത്രയും പറഞ്ഞ ശേഷം എൻ്റെ ബലഹീനതകളെ ഇച്ചിരി വകവയ്ക്കാം. നിങ്ങളോട് പലരോടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. എനിക്ക് കണ്ണു കാണത്തില്ല, പേന പിടിച്ചെഴുതാൻ കൈക്ക് ബലമില്ല. ഇതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇച്ചിരി ഒന്ന് മസിൽ പിടിക്കാൻ പോവാം. ഒക്കാത്ത ഒരു കാര്യവും ചെയ്ത് നോക്കാൻ പോവാം. ഒത്താലൊത്തും, ഇല്ലെങ്കിലില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒക്കുമെന്ന്. നമ്മൾ 1-മത്തെ അക്ഷരം മുതൽ അത് കർത്താവ് എങ്ങനെ അക്ഷരമായി, അല്ലെ ആ അക്ഷരം എങ്ങനെ കർത്താവായി. കർത്താവ് പറഞ്ഞത് ഞാനാന്ന് പറഞ്ഞു. അനി അലഫ് എന്ന് പറഞ്ഞു. ഞാനാണ് അലഫ് എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് അലഫാകുന്നത്. നമുക്ക് ഒരു 3 അക്ഷരം ഒന്ന് ഓടിച്ചു നോക്കാം. 3 അക്ഷരം ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരക്ഷരം കിട്ടും. 3 ഓടിച്ചു നോക്കും. 1-മത്തെ നമ്മൾ നോക്കാൻ പോകുന്ന അക്ഷരം
നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമോ? ആരെങ്കിലും എന്ന് പറഞ്ഞ കാണാമെന്ന്? കാണാം. അതാണ് ഏറ്റവും ചെറിയ അക്ഷരം യഹൂദ ഭാഷയിൽ. ഇതിന് യ എന്ന് പറയും. യ ആ സൗണ്ട് നമുക്ക് തരുന്നത്. അതിന് യോദെന്ന് അല്ലെങ്കിൽ യുദ്ധം എന്നാണ് അതിന്റെ പേര്. യോദ് അല്ലെങ്കിൽ യുദ്ധം എന്നാണ് അതിന്റെ പേര്. ആ അക്ഷരത്തിന്റെ അർത്ഥം ഹാൻഡ് അല്ലെങ്കിൽ കൈ എന്നാണ്. ഹാൻഡ് അല്ലെങ്കിൽ കൈ എന്നാണ് ആ അക്ഷരത്തിന്റെ അർത്ഥം. ഇച്ചിരിയേ ഉള്ളൂ, കണ്ടോ, ഒരു കുഞ്ഞൻ. ഇനി വേറൊരു അക്ഷരം ഞാൻ കാണിച്ചു. ഇത്രയേ ഉള്ളൂ, കണ്ടോ, ഒരു ചെറിയ ഉടക്ക്, ഒരു വള്ളിയുടെ അറ്റത്തൊരു ഉടക്ക് അല്ലേ, അത്രയേ ഉള്ളൂ. ആ അക്ഷരത്തിന്റെ പേര് വാവ്. വാവ് 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 എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമെന്നാണ്, വേൾഡ് എന്നാണ്, കണക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. വാവ് ഉണ്ടല്ലോ, അത് വേറൊരർത്ഥമാണ്. ഇനി നമുക്ക് യഹൂദ ഭാഷയിലെ ആദ്യത്തെ അക്ഷരം നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ അക്ഷരം നമുക്ക് എഴുതുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്തത്, നമ്മളൊരു വാവ് വരച്ചു. വാവ് വരച്ചിട്ട് 2 യുദ്ധ് അതിനോട് ചേർത്തു. ഒരു വാവ് വരച്ചിട്ട് 2 യുദ്ധ് അതിനോട് ചേർത്തു. മേളിലൊരു യുദ്ധ്, താഴെ ഒരു, മേളിലൊരു യ, താഴെ ഒരു യ. ഈ അക്ഷരത്തിന്റെ പേര് അലഫ് എന്നാണ്. അലഫ് യഹൂദ ഭാഷയിലെ ആദ്യത്തെ അക്ഷരമാണ്. ഈ അക്ഷരത്തിന്റെ പേര് അലഫ് എന്നാണ്. ഇത് നോക്കിയാൽ നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, മേളിലൊരു കൈ, താഴെ ഒരു കൈ, ഇടയ്ക്ക് ഈ ലോകം. മേളിലൊരു കൈ, താഴെ ഒരു കൈ, ഇടയ്ക്ക് ഈ ലോകം. അപ്പൊ ഈ ലോകത്തിന്റെ മണ്ടയ്ക്കൊരു കൈയുണ്ട്, ലോകത്തിന്റെ താഴെ ഒരു കൈയുണ്ട്. ഈ 2 കൈകളുടെ ഇടയ്ക്കാണ് ഈ ലോകം. മനസ്സിലായോ? ലോകത്തിന്റെ മേളിലൊരു കൈയുണ്ട്, ലോകത്തിന്റെ താഴെ ഒരു കൈയുണ്ട്. ഈ 2 കൈകളുടെ ഇടയ്ക്കാണ് ഈ ലോകം. ഇതാണ് യഹൂദ ഭാഷയിലെ ആദ്യത്തെ അക്ഷരമായ അലഫ്. ആദ്യത്തെ അക്ഷരമായ അലഫ്. എന്തുവാ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം അറിയുന്നതിന് വേണ്ടി നമ്മൾ എവിടെ പോകണമെന്ന് അറിയാമോ? ഇതിന്റെ അർത്ഥം അറിയുന്നതിന് വേണ്ടി നമുക്ക് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യത്തിലേക്ക് വരണം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 26-ാം 27-ും അധ്യായത്തിൽ വരുന്നോടെ നമ്മളിവിടെ വായിക്കുന്ന കാര്യം കേട്ടോ. 1, യെശുരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. യശുരൂനല്ല, യശുരൂൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇവൻ. ഷുരൂൻ, മൈ ഗുഡ് ബോയ്, എന്റെ നല്ല കുഞ്ഞ്. യശുരൂൻ മീൻസ് ഇവൻ എന്റെ നല്ല കുഞ്ഞ്. യശുരൂന്റെ അർത്ഥം എന്തുവാ? ഇവൻ എന്റെ നല്ല കുഞ്ഞ്. യശുരൂന്റെ
എന്റെ നല്ല കുഞ്ഞായ നിങ്ങളുടെ ദൈവമായി എന്നെ പോലെ ആരുണ്ട്? അങ്ങ് എവിടാ? ഹർഷമായി ഞാൻ ഈ ശമായിമിൽ കൂടെ, നിനക്ക് മുകളിൽ കൂടെ, ഈ പ്രപഞ്ചത്തിൽ കൂടെ ഞാൻ റൊക്കെ മൂവ് ചെയ്തോണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നിനക്ക് സഹായം വേണ്ടിയപ്പോൾ മേളിൽ നീ താഴെ വരും. നിനക്ക് സഹായം വേണ്ടി വരുമ്പോൾ എവിടുന്ന് കിട്ടും? സങ്കീർത്തനക്കാരൻ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുക, അവിടുന്ന് വരുമെന്ന് എന്റെ സഹായം. യശുരൂന്റെ ദൈവത്തെ പോലെ ആരുണ്ട്? ഞാൻ എവിടെ ഉണ്ട്? നിന്റെ സഹായത്തിനായി ആകാശത്തിൽ കൂടെ എന്റെ മഹിമയിൽ മേഘാരൂഢനായി വരിക. അടുത്ത സെന്റൻസ് എനിക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. അതിനാണ് ഞാൻ തന്നേക്കുന്നത്. സ്ക്രീൻ കാണിച്ചേ, സ്ക്രീൻ കാണിച്ചേ പ്ലീസ്. കണ്ടോ? മേ ഒനായ ലോകീം ഖദം. മേ ഒനായ ലോകീം ഖദം. Can you see the screen? മേ ഒനായ ലോകീം ഖദം. ഖദം. മേ ഒനായ ലോകീം. The eternal God. The eternal God is your refuge. ദാ ഒരു കൈ നിന്റെ മണ്ടയ്ക്ക് നിൽക്കുക, മേളിൽ ആ കൈ നിൽക്കുക. ആര്? പുരാതനായ ദൈവം. ഒനായ ലോകി. ആര്? ഖദമായിട്ട്. ഒനായ ലോകീം ഖദം. ഇനി ഉമ്മിറ്റഹാറ്റ്. Ummitahat means and underneath. Means and. Mitahat underneath. താഴെ എന്തുകൊണ്ട്? Zerot. ഭുജങ്ങൾ. ഒല്ലാം. താഴെ ഭുജങ്ങളുണ്ട്. എങ്ങനെയുള്ള ഭുജം? ഒല്ലാം ശാശ്വത ഭുജങ്ങളുണ്ട്. So who is Jesus? ആരാണ് കർത്താവായ യേശു ക്രിസ്തു? ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ഒരു കൈയും പ്രപഞ്ചത്തിന്റെ താഴെ മറ്റേ കൈയും പിടിച്ച് ഈ യൂണിവേഴ്സിനെ, ഈ പ്രപഞ്ചത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ ചലിപ്പിക്കുന്ന ദൈവം. യോഹന്നാനെ, നിനക്ക് ഞാനാണെന്ന് മനസ്സിലായോ? അലഫ്. അലഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തുവാ? എലോഹീം ഖദം. എലോഹി ഖദം. ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ കാണുന്ന വലിയ കയ്യും ഞാനാ. അതിനെ താങ്ങി നിർത്തുന്ന അടിയിൽ കാണുന്ന വലിയ കയ്യും ഞാനാ. ഇനി നമ്മൾ ഏൻഷ്യൻ ഹീബ്രുവില് ഇതേ വാക്ക് എഴുതുന്നുണ്ടേ. നമ്മള് ഇങ്ങനെ എഴുതുന്നത് കണ്ടോ? ഞാൻ ഇപ്പുറത്തെ വേറെ ലാറ്റി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ എഴുതുന്നു. അങ്ങനെ കാണുമ്പോ എന്തോ മനസ്സിലാക്കേണ്ടത് അറിയാം. ഒരു കാളയുടെ തലയാണ്. ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാളയുടെ അല്ലെങ്കിൽ ഒരു കലമാന്റെ തലയാണ്. You know what does it mean? The great leader ready to fight എന്നാ. The great leader ready to fight എന്നാ. യോഹന്നാനെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? യഹൂദ ഗോത്രത്തിന്റെ സിംഹം. The great leader ready to fight.
അപ്പോസ്തലനായ പൗലോസിന് ചോദിച്ചാൽ പറയും, the champion of our faith made himself perfect in suffering. കഷ്ടങ്ങളാൽ തികഞ്ഞവനായ നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, the champion of our faith. ഇനി ഇത് പൗലോസ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞില്ല, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇതേ കാര്യം ആവർത്തന പുസ്തകം 26-ാമത്തെ പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈസ് ദ ലീഡർ ഹു ഈസ് വാക്കിംഗ് അഹെഡ് ഓഫ് യു. അതാണ് മീഖാ പ്രവാചകൻ ദ ബ്രേക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ബ്രേക്കർ. എന്റെ ടൈം മുഴുവൻ തീർന്നു പോയി. ഞാൻ അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അലഫ് എന്ന അക്ഷരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് എന്ന് കർത്താവ് യോഹന്നാനോട് പറഞ്ഞപ്പോൾ യോഹന്നാന് എന്താണ് മനസ്സിലായത്? ഓർ വാട്ട് ഡിഡ് ഇറ്റ് മീൻ? അതങ്ങോട്ട് പറയാൻ തുടങ്ങിയതുള്ളൂ. അതിന്റെ 1% നമ്മൾ പറഞ്ഞുള്ളൂ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച ഈ സമയത്ത് ബാക്കി പറയാമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു എവരിബഡി വെരി മച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയമുണ്ട്. സമയമുണ്ടെങ്കിൽ എനിക്ക് സമയമുണ്ട്, നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് സമയമുണ്ട്. മറുപടി പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കാറാണ്. Thank you so much, Dr. Watamala. Thank you for the awesome explanation of these things. Now we have time to ask questions. If anybody has got any questions regarding this, anything needs to be clear, എന്തെങ്കിലും ഒന്നുകൂടെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദ്യം ചോദിക്കാനുള്ളവർ പെട്ടെന്ന് ചോദിച്ചാട്ടെ. സമയം, time is for the questions, please. സർ, ഞാൻ അനിലാണ് എറണാകുളത്തുനിന്ന്. ഏൻഷ്യൻ ഹീബ്രുവിൽ പറഞ്ഞത് അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നു, പുതിയ ഹീബ്രു ലെറ്റർ ന്യൂ ടെസ്റ്റ്മെന്റ് അങ്ങനെയാണോ? അല്ല, അതിനകത്ത് ആ ലെറ്റേഴ്സ് എഴുതുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടായി. ലെറ്റേഴ്സ് ആൽഫബറ്റ് എഴുതുന്ന രീതിയിൽ ചേഞ്ച്. ആൽഫബറ്റിന്റെ മീനിങ്ങിനോ അതിലെ പ്രൊനൗൺസിയേഷൻ എന്തോ മീനിങ് മാറിയല്ലോ. മറ്റേ ഫൈറ്റിംഗ് ലയൺ ഓഫ് ജൂദ എന്നുള്ള ഇതല്ലേ പറഞ്ഞേ? മീനിങ് മാറിയിട്ടില്ല. കാരണം അലഫന്റെ മുഴുവൻ അർത്ഥം ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാന് അലഫ് എന്ന വേർഡിന്റെ അക്ഷരത്തിന്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ. ഏൻഷ്യൻ ഹീബ്രുവിൽ അതിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കണമെന്നല്ല പറഞ്ഞല്ലോ. അങ്ങോട്ട് പോയില്ലല്ലോ. നമ്മളതിന്റെ 1% ആയുള്ളൂ. നമ്മള് അതിന്റെ 1% ആയുള്ളൂ. അടുത്ത ദിവസം വരുന്ന അലഫ്. അലഫ് എന്ന വാക്ക് അതൊരു വാക്കായിട്ട് മാറി, അക്ഷരം ഒരു വാക്കായിട്ട് മാറി. അലഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡെറിവേറ്റീവ്സ് പറയും. അപ്പോഴാണ് ഇത് രണ്ടും രണ്ടല്ല നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാം ഒരു ക്ലാസ് ഞങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്കിപ്പം പറയുന്നതിനൊക്കെ കൂടുതൽ സ്പീഡായിട്ട് പറയാനൊക്കെ ചില കാര്യം ഒത്തിരി പേർക്ക് അത്ര ഫെമിലിയറായ കാര്യം അല്ലല്ലോ ഞാൻ പറയുന്നത്. ഓൾറെഡി നമ്മൾ കേട്ടുള്ള കാര്യമാണെങ്കിൽ അബ്രഹാമിന്റെ കഥയും ഇസ്ഹാക്കിന് യാഗം കഴിച്ചു വെക്കണം നമുക്ക് പറയണമെന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് അറിയാം. മലയിൽ പോയി ഇവിടെ മോറിയ മലയാണെന്നും എന്നൊക്കെ ആൾക്കാർക്ക് അറിയാം. മോറിയ നമ്മളെടുത്ത് പറഞ്ഞില്ലേ. ഇതിപ്പോ ആൾക്കാർ കേട്ടിട്ടുള്ള കാര്യമല്ലല്ലോ പറയുന്നത് ഒത്തിരി പേര്. അപ്പൊ എനിക്ക് ഇച്ചിരി സ്ലോ ആയേ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു 10 ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കുറെ കൂടെ ചവിട്ടി വിടും. അപ്പൊ അലഫ് എന്ന അക്ഷരത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ വരാൻ പോകും. ഇപ്പൊ നമ്മൾ അതിന്റെ ലുക്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതിന്റെ മീനിങ്ങിൽ നിന്ന് എറ്റിമോളജിയിലേക്ക് നമ്മൾ പോയില്ല. എറ്റിമോളജിയിൽ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിന്റെ കൂടുതൽ പറഞ്ഞുതരാം. അതുവരെ യു ഹാവ് ടു വെയിറ്റ്. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. താങ്ക് യു സർ. യു വെൽക്കം. Any more questions, please? ജസ്റ്റിൻ ആണ് പേരുക്കട. ആരാ? ജസ്റ്റിൻ പേരുക്കട. ജസ്റ്റിൻ രാജ്. അതെ, ജസ്റ്റിൻ രാജ്. അതെ, ജസ്റ്റ് ഇന്നെന്ന് ഇപ്പൊ അകത്ത് കയറിയുള്ളൂ എന്ന് പറയാം.
ചോദിക്കുന്ന പിന്നെ യേശുക്രിസ്തു മടങ്ങി വന്നിട്ട് ഈ തകർന്ന ഭൂമിയെ പണിയുന്നതിന് വേണ്ടി അയക്കുമെന്ന് പറഞ്ഞു. അത് ആരെ അയക്കുന്ന ഞാൻ അപ്പോഴ ശ്രദ്ധിച്ചു കേട്ടില്ല. ദൂതന്മാരെ, സ്വർഗത്തിലെ ദൂതന്മാരെയാണോ? അല്ലാതെ പിന്നെ എവിടുന്ന ദൂതന്മാര്? പിന്നെ അത് ഞാൻ ദൂതന്മാരെ അല്ല, ദൂതൻ എന്നുള്ളത് ഞാൻ കേട്ട ശിഷ്യനാണ്. അതാണ് ആ സംശയം മാറ്റാൻ വേണ്ടി. അയ്യോ കൊള്ളാം. ഇവരെ വല്ലതും കോൺട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവം ദൂതം. ഓക്കെ സാർ. ഓക്കെ പാസ്റ്ററെ, ഒരു സംശയമുണ്ട്. ആരാ? ഡാനിയൽ ചോദിച്ചാട്ടോ. അപ്പൊ ഈ അൽഫ ഒമേഗ എന്ന് എഴുതിയേക്കുന്നത് അപ്പൊ അത് തെറ്റാണോ? ബൈബിളിനകത്ത് അങ്ങനെ എഴുതിയേക്കുന്നത്? ഭയങ്കര തെറ്റല്ലോ. ഒരു ഭയങ്കര കൊള്ളരുകാരിയെ കാണിച്ചു വെച്ചെന്ന് അറിയാമോ? എന്നിട്ട് എല്ലാം ഗ്രീക്കാന്ന് പറഞ്ഞ് മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഈ ആലപ്പ എന്ന് പറഞ്ഞ എന്തോ അതിന് വല്ല അർത്ഥമുണ്ട്? ഗ്രീക്ക് പോലും അതിന്റെ അർത്ഥമില്ല. ഒന്നാമത്തെ അക്ഷരം എന്നേ ഉള്ളൂ. കർത്താവ് എന്ന് പറഞ്ഞ വെറും ഒന്നാമത്തെ അക്ഷരമാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ മേടിച്ചൊന്ന് കാണണം കേട്ടോ. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി ക്ലിയർ. നമ്മുടെ ബോംബറിനെ വിളിച്ചിട്ട് പറയണം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഒന്നുകൂടെ തരാൻ പറയണം. പുള്ളി ഇച്ചിരി കാശ് കൂടുതൽ ചോദിക്കാന്നതിൽ കൊടുത്തൊരു കുഴപ്പമില്ല. ഞാനല്ല കാശുള്ളൂ. അൽഫ ഒമേഗ ആണെന്ന് പറയുന്നത് തെറ്റാണ്. 100% തെറ്റാ. അത് ആൽഫ അല്ല ഒമേഗയും അല്ല. അങ്ങനെയുള്ള ഓമയ്ക്കയുടെ കാര്യം അവിടെ ചെന്ന് പറയണ്ട. സാറേ, ജോമനാണ്. ഒരു സംശയം സാറേ. ഈ 1000 ആണ്ട് വാഴ്ചയിൽ, അതായത് സാത്താനെ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴാണോ ഈ ഭൂമിയുടെ റെനോവേഷൻ വർക്ക് നടക്കുന്നത്? പിന്നെ അവനെയും വെച്ചോണ്ട് നടക്കൂ പറ? ഇവനെയും വെച്ചോണ്ട് ഭൂമി നന്നാക്കാൻ നടക്കുന്ന കാര്യമാണ്. ആലോചിച്ച് നോക്കി. അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട. ഓക്കെ, അപ്പം ചാക്കോച്ച, നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത് ഈ ഷാരോൺ ചോദിച്ചാട്ടെ. ഈ 1000 ആണ്ട് വായിച്ചില്ല, ഇങ്ങനെ ഞാനൊരു ക്ലാസ്സിൽ അതിങ്ങനെ കേട്ടിട്ടുള്ളത്. അന്ന് ഇവിടെ ഭൂമിയിൽ താമസിക്കുന്ന ജാതികളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ. അപ്പോൾ അവര് സാധാരണ നോർമൽ ലൈഫ് ആയിരിക്കുമോ? അതായത് അവർക്ക് മക്കൾ ഉണ്ടാകുകയും അവര് മക്കളെ പ്രസവിക്കുകയും അങ്ങനെയുള്ള ഒരു പ്രോസസ് അന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കുമോ? അന്നത്തെ ആ 1000 ആണ്ട് വാഴ്ചയിൽ ജനിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കുമോ? അതെ, ഉണ്ടായിരിക്കും. ഇത് ഇത്തരം കാര്യങ്ങൾ ശരിയാണ്. അവർക്ക് നോർമൽ ലൈഫ് ആയിരിക്കും. അവർക്ക് മക്കളുണ്ടാകും. ആ മക്കൾക്കും മക്കളുണ്ടാകും. അവർക്കും മക്കളുണ്ടാകും. യെസ്, there is no hindrance for that. നമ്മുടെ ഇന്നത്തെ ഇതുപോലെ നോർമൽ ലൈഫ് ആയിരിക്കും. 2 ഡിഫറൻസ്. ആരും ഉപദ്രവിക്കത്തില്ല. ആരെയും ഉപദ്രവിക്കത്തില്ല. എന്റെ വിശുദ്ധ പർവ്വതത്തിലാണ് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരും ഒരു ദോഷവും ആർക്കും ചെയ്യത്തില്ല. അതാ എന്റെ ഡിഫറൻസ്. പക്ഷെ അതർവൈസ് നമ്മൾ രാവിലെ ജോലിക്ക് പോകും, കൃത്യമായിട്ട് ശമ്പളം കിട്ടും, അവിടെ കൊടി പിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നല്ല ഒന്നാം തരം സാധനങ്ങൾ പൊട്ട നിറച്ച് മേടിക്കും, കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ചാപ്പാട് വെച്ച് കഴിച്ചിട്ട് സ്തോത്രം ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. രാവിലെ എഴുന്നേറ്റ് പോകും. ഒരു ഡിസ്റ്റർബൻസ് ആർക്കും ഉണ്ടാകില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ ഭരണാധികാരിയുണ്ട്. ആ ലോക്കൽ ഭരണാധികാരിയോട് ചെന്ന് പറഞ്ഞാൽ ആ ലോക്കൽ ഭരണാധികാരി ആരായിരിക്കും ചോദിച്ചാൽ, ഇന്ന് ഭൂമിയിൽ കുഞ്ഞാടിന്റെ കാന്തയാകാൻ യോഗ്യതയുള്ള ആളുകൾ അന്ന് ഭരണാധികാരികളായിട്ട് മാറും. വേറെ ആർക്കും ഭരിക്കാൻ പറ്റുന്നില്ല. വേറെ ആർക്കും ഭരിക്കാൻ ഗവൺമെന്റിൽ പവറില്ല, റൂളിംഗ് പവറില്ല. അതാ ഡിഫറൻസ്. വേറെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. നല്ല ഭാഗം നമ്മളിപ്പോൾ ഓടിച്ചും കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ദൈവം എങ്ങനെയാണ് ഇതെല്ലാം എക്കാത് ചെയ്തത് എന്നുള്ള പറയുന്നതിനെ പറ്റി.
ഓക്കെ. സാർ അതിന്റെ കൂടെ വേറൊരു സംശയം കൂടെ ചോദിക്കാം. അന്ന് ജനിക്കുന്ന ആളുകൾക്ക് വേറെ ഒരു രക്ഷാ പദ്ധതി ഇല്ലല്ലോ. അവര് ദൈവമക്കളായി തന്നെയാണോ അവര് ഭൂമിയിലായിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുന്നേ. അവിടെ ഒന്നാമത്തെ കാര്യം, സാത്താൻ ഇല്ലാത്തതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. പിന്നെ ക്വസ്റ്റ്യൻ, അവർക്ക് ദൈവത്തെ ആരാധിക്കണോ ആരാധിക്കട്ടെ. അവര് യഹൂദന്മാർ അവരുടെ സുവിശേഷകൾ തരുന്നില്ല. സുവിശേഷകൾ എന്ന് പറഞ്ഞ് പൈസ പിരിക്കാനല്ല, ബിൽഡിംഗ് പ്രോജക്റ്റ് ഒന്നും കോള് വെക്കാനൊന്നും പറഞ്ഞല്ല, ശരിക്കും സുവിശേഷം പ്രസംഗിക്കാം. അവർ പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സമാധാനമുള്ളതെന്നറിയാമോ? ലോക ചരിത്രം പഠിച്ചാൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇതുവരെ. ഇപ്പൊ ഭയങ്കര സമാധാനം സ്വസ്ഥത ഉണ്ടാകാൻ കാരണം എന്നറിയാമോ? യെരുശലേമിൽ ഒരു രാജാവ് ഭരിക്കുന്നുണ്ട്. ആ രാജാവും ദൈവവുമാണ്, പുരോഹിതനും ചക്രവർത്തിയുമാണ് എന്ന് പറയുമ്പോൾ ഇവരെന്തറിയാമോ? ഈ രാജാവിനെ കാണുന്നതിന് വേണ്ടി കാഴ്ചയുമായിട്ട് വരും. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണും, കർത്താവിനെ നമസ്കരിക്കും. യഹൂദൻ പറഞ്ഞ അനുസരിച്ച് അവർ ആരാധനക്കാരും സത്യാരാധനക്കാരായിട്ട് മാറാത്തവരും ഉണ്ടാകാം, വിശ്വസിക്കാത്തവരും ഉണ്ടാകാം. ദാറ്റ്സ് ഓൾ. Is it clear? സാറേ, ചോദ്യമുണ്ട്. പുതുതാക്കപ്പെട്ട ഭൂമിയിൽ വിശുദ്ധന്മാരാണല്ലോ വസിക്കുകയും വാഴുകയും ചെയ്യുന്നത്. അവിടെ പിന്നെ പാപം ചെയ്യാനും ഉള്ള അവസരം അവിടെ ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ ഇപ്പൊ ചെയ്തു തീർത്തോണം. ചാക്കോച്ച എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തു തീർത്തോണം. അല്ല, അതല്ല വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അങ്ങനെ ഒരു വിശുദ്ധന്മാരുടെ ഭരണവും സംഗതികളും ആവുമ്പോൾ പിന്നെ ദൂതന്മാരവിടെ എന്തിനു പ്രസംഗിക്കണം? ആരോട് പ്രസംഗിക്കണം? യഹൂദന്മാര് പ്രസംഗിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, യഹൂദന്മാര് പ്രസംഗിക്കുന്നില്ല. യഹൂദന്മാര് ആരോട് പറയണം? പറയണം എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞില്ലയോ, കേട്ടില്ലയോ? ലോകത്തിലെ മനുഷ്യരോട് ചെന്ന് പ്രസംഗിക്കുക എന്തുകൊണ്ട് ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ട് എന്നുള്ളത്. ലോകം മുഴുവൻ വിശുദ്ധന്മാരല്ലയോ? കർത്താവിന്റെ സഭയില്ലയോ? ആണ്ട കിടക്കുന്നു. അടുത്ത ക്ലാസ് വിലയിരുത്ത് കണ്ടുപോയില്ല. പറഞ്ഞേക്കാം. നമ്മുടെ ഡൽഹിയിലെ അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്, അന്നേരം പറഞ്ഞുതരാം. ഡൽഹിയിലെ അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട് പറഞ്ഞുതരാം. പീപ്പിൾ ഇൻ ദി, ഇത് പുതുവാന ഭൂമി അല്ലെന്നുള്ള ഓർത്തോ. ഇത് പുതുവാന ഭൂമിയല്ല, ഇത് ഈ പഴയ ഭൂമിയാണ്. ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാന്നുള്ളത് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. അന്നേരം ശ്രദ്ധിച്ചിരുന്നോ? ഇമാതിരി ചോദ്യങ്ങളാണ് ചോദിച്ചെങ്കിൽ ചെവിക്ക് പിടിച്ചാൽ പുറത്താണ്. ഓക്കെ, ബൈ എവരിബഡി. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചോ, ഞാൻ ലീവ് ചെയ്യാം. എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? നമുക്ക് ഒരുമിച്ചായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു ക്ലാസ് കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഒത്തിരി പേര് സന്തോഷമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യത്തെ ഗൗരവമായി ശ്രദ്ധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ള കൃപയാ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് പാസ്റ്റർ ഡാനിയൽ ജോൺ പ്രാർത്ഥിച്ചിട്ട് ആശീർവാദത്തോടുകൂടെ ഈ പഠന പരമ്പര ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത്യുന്നതനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിനത്തിൻ്റെ സന്ധ്യ കഴിഞ്ഞ സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഒരിക്കൽ കൂടി ബൈബിൾ റൂട്ട് സ്റ്റഡിയുടെ ആഴമേറിയ ഭാഗങ്ങളെ ചിന്തിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ദൈവം ഒരുക്കി തന്നത് ഓർത്ത നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഗുഡ് ന്യൂസ് സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ടതായ ഈ ബൈബിൾ റൂട്ട് സ്റ്റഡി അതിന്റെ ഭാഗമായി അനേക ഭക്തന്മാരുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് മനസ്സലിവ് തോന്നിയത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
കർത്താവെ ഗുഡ് ന്യൂസിന്റെ പ്രവർത്തനങ്ങളെയും അതിന്റെ ഭാരവാഹികളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷം വഹിക്കുന്ന കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന പ്രിയ ബാബു സാറിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായി താൻ പല ബലഹീനനും പലവിധമായ പ്രയാസങ്ങളാലും താൻ ക്ഷീണിതനായിരിക്കുമ്പോഴും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും കൃപയും കരവും നിന്റെ ദാസനോട് കൂടെ ഇരുന്ന് അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെയും കർത്താവെ ഈ ശുശ്രൂഷകൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് അതിനായി നിന്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങളുടെ ഭക്തിയോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ വലിയ നിത്യത സ്വയാത്തമാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ദയയോടെ ഉത്തരമെല്ലാം മാറണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും പ്രാർത്ഥിച്ച വിഷയം കൊണ്ട് നാം ഓരോരുത്തരോടും ഇന്നു മുതലേക്കും കർത്താവ് രണ്ടാമത്തെ വരെയും ഇപ്പോഴും എപ്പോഴും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പുത്രൻ മുഖാന്തരം ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാവർക്കും വളരെ വളരെ നന്ദി. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം.